الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له وأن سيدنا وحبيبنا ومصطفانا ومنجينا محمدا صلى الله عليه وعلى آله وصحابه وأعوانه وأتباعه وأهل بيته وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. वो ज़माने में मुअज़्ज़ज़ थे मुसलमान होकर, आज हम ख़ार हुए तारिके क़ुरआन होकर. कभी नौजवान मुस्लिम तदब्बुर भी किया तूने, कभी नौजवान मुस्लिम तदब्बुर भी किया तूने. वो क्या गिरदों तू जिसका है एक टूटा हुआ तारा, वो क्या गिरदौन तू जिसका है एक टूटा हुआ तारा. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതങ്ങതങ്ങാണ്ടൊരിടത്തിരുന്നു കാണുന്ന മർത്യൻ കഥയെന്തു കണ്ടു. ഇരുപ്പവനും മലർഗന്ധമേകും വെട്ടുന്നവനും തരുചൂടകറ്റും ഹനിപ്പവനും കിളിപ്പാട്ടുപാടും പരോപകാര പ്രവണം പ്രപഞ്ചം. ആർത്തസ്വരം കേട്ടൊരു കാതു കാരുണ്യമാർന്നീടിന ദൃഷ്ടി സാന്തോക്തിയോദീടിന ജിഹ്വ സാധുക്കളെ താങ്ങീടിന ബാഹു. ഉല്ലാസമുൾക്കൊണ്ടുയരെ പറക്കും ഓരോമന പൈങ്കിളി നമ്മെ നോക്കി. ചെവിക്കുരുന്നിൽ തെളിത്തേൻ തെളിക്കും സ്വതന്ത്ര സംഗീതമുരത്തിടുന്നു. ഇദാ മാത ഇൻസാനുൻ ഫഖംസുൻ ലിഖംസതി റുബതി വമാലുൽ ലിവറാത്തിൻ വറൂഹുൽ ലിഖാബിദി وعمل لمظلوم فعملا بيقظتي واعلموا يا أمة سيدنا محمد صلى الله عليه وسلم بأبي أنت وأمي طبت حيا وطبت ميتا فانقطع لموتك ما لم ينقطع لموت أحد من الأنبياء من النبوة. وعظمت عن الصفاء وجللت عن البكاء وخصصت حتى صرت مصلى وعممت حتى صرنا فيك سواء. ولولا أن موتك كان اختيارا منك لجدنا لموتك بالنفوس ولأنفذنا عليك ما الشؤون. الله
അധിപതിയായ തമ്പുരാനെ, നിന്റെ പ്രവിശാലമായ വിഹായസിലേക്ക് കണ്ണ് നട്ടിട്ട് ഞങ്ങൾ സംഗമിച്ചിരിക്കുകയാണ് റബ്ബേ. നീയാണ് സംഗമിപ്പിക്കുന്നവൻ തമ്പുരാനെ, നീ തന്നെയാണ് വേർപ്പെടുത്തുന്നവനും തമ്പുരാനെ. പരിശുദ്ധമായ പവിത്രമായ ചമൽക്കാരദായകമായ അനശ്വരമായ ആത്മീയ പ്രയാണത്തിന്റെ മേഖലകളിലേക്ക് ആർത്തനാദങ്ങളെപ്പോലെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സദസ്സ്, ഈ പരിശുദ്ധമായ സദസ്സിന്റെ വേദിയ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ, സാദാത്യങ്ങളെ, ഉമറാക്കളെ, കാരണവന്മാരെ, അജയ്യമായ ചേതോഹരമായ ഇത്തരത്തിലുള്ള കാൽവെപ്പിന്റെ അണിയറ ശില്പികളായ സംഘാടകരെ, ഈ മണ്ഡലത്തിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരങ്ങളെ, ഭാരതാംബയിലെ സഹോദര മതസ്ഥരായ എന്റെ സഹൃദയരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്ന് വേണം പറയാൻ. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. അല്ലാഹുവേ, ഉത്താനങ്ങളെ പടച്ചതും നീയാണ് തമ്പുരാനെ, പതനങ്ങളെ പടച്ചതും നീയാണ് തമ്പുരാനെ. വില്ലാളി വീരന്മാർ എവിടെ പോയി? വീരശൂര പരാക്രമികൾ എവിടെ പോയി? കൊലകൊമ്പന്മാർ എവിടെ പോയി? ലോകത്തിന്റെ ചരിത്രത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി കടന്നു വന്ന വിപ്ലവകാരികൾ എവിടെ പോയി? ബേനസീർ ഭൂട്ട് ആരാത്? തെക്കിന്റെ സൗന്ദര്യമെന്ന് പടിഞ്ഞാറൻ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പറഞ്ഞ ബേനസീർ. ബെനിറ്റോ മുസോളിനി എവിടെ പോയി? അഡോൾഫ് ഹിറ്റ്ലർ എവിടെ പോയി? വിൻസ്റ്റൺ ചർച്ചിൽ എവിടെ പോയി? മാർക്ക് ആന്റണി എവിടെ പോയി? എന്തിനേറെ പറയണം, ഭാരത മഹാരാജ്യത്തിന്റെ ഗുജറാത്തിന്റെ കത്യാവാറിലെ പോർബന്തറിൽ ജനിച്ച രാഷ്ട്രത്തിന്റെ പിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എവിടെ പോയി? ലോകത്തിന്റെ ആചാര്യന്മാർ എവിടെ പോയി? ലോകത്തിന്റെ സമ്പന്നന്മാർ എവിടെ പോയി? ലോകത്തിന്റെ ഉന്നത കുലജാതരെ നിങ്ങൾ എവിടെ പോയി? മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിന്നൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിന്റെ പിൻപു മറ്റൊരന്തമറ്റ ജീവിതം വരിച്ചിടുന്നതാണു മർത്യനുള്ള മേന്മയോർക്ക നീ. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണിമാർക്കൊടുക്കമെന്തു സംഭവിച്ചു കേട്ട് കേൾവിയില്ലയോ? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്കു പിന്നെ എന്തു ശങ്കമാറ്റമൊന്നുമില്ലതിൽ. ലോകത്തിന്റെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിച്ചത്. എവിടെ ഉത്ഥാനമുണ്ടോ അപ്പുറത്തൊരു പതനമുണ്ട്. ഇത് ലോകത്തിന്റെ ജന്മസിദ്ധമായ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ നാം ജനിച്ചിരിക്കുന്നുവെങ്കിൽ മരിക്കാനാണ്. ടോൾസ്റ്റോയ് എന്ന് പറയുന്ന ബുദ്ധിജീവി സർവകലാശാലയുടെ അധ്യാപനൻ ക്ലാസ് റൂമിൽ നിന്നിട്ട് തന്റെ 100 കണക്കിന് വരുന്ന ശിഷ്യഗണങ്ങളോട് ചോദിച്ച പോലെ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംവഴി ആർക്കാണ് അറിയേണ്ടത്? അവർ വരണം. ഉടനെ തന്നെ ഈ പണ്ഡിതൻ മുടിഞ്ഞുപോയി, അത് ജനിക്കാതിരിക്കലാണ്. ജനിച്ചുപോയ മക്കളെ മരിക്കാതെ തരമില്ല എന്ന് അധ്യാപകന്റെ ക്ലാസ് റൂമിൽ വെച്ച് ബഹുമാനപ്പെട്ട ഗുരുനാഥൻ മുടിഞ്ഞുപോയപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞുപോയി, ജനിച്ച സ്ഥിതിക്ക് ഇനി സ്വസ്ഥമായി മരിക്കാനുള്ള ഒരുക്കമാണ് അനിവാര്യമെന്ന്. എന്നെ ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ജനിച്ചു പോയവരാണ്. ജനിച്ച സ്ഥിതിക്ക് മരണത്തിന് വേണ്ടി സജ്ജരാകേണ്ടവരാണ്. ഒരു കഷ്ണം നൂലിന്റെ മുകളിൽ ജീവൻ അവസാനിപ്പിക്കലല്ല, ജീവിച്ചു കൊടുത്തിട്ട് മരണത്തിലേക്ക് നടന്നു പോകുന്നതിന്റെ അർത്ഥതലങ്ങളെന്ന് അന്വേഷണം നടത്തേണ്ടതുണ്ട്. പുതിയ ലോകം ആത്മഹത്യാ പ്രവണതയുടെ ലോകമാണ്.
പുതിയ ലോകം പ്രതീക്ഷയുടെ കൈത്തിരിയെ കെടുത്താൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ലോകമാണ്. നമ്മുടെ കുഞ്ഞുമോനെ നോക്കിയിട്ട് പറയാൻ സാധിക്കണം, കുഞ്ഞുമോനെ, നീ നാളെയുടെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തിന്റെ സിംഹാസനത്തിൽ കുടരുക്കേണ്ടവനാണ്. അത് ഒരു കുഞ്ഞുകുട്ടിയുടെ കൃഷ്ണമണിയിൽ കണ്ടിട്ട് ആ സ്വപ്നത്തിലേക്ക് വഴി നടത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മനുഷ്യൻ എത്ര അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭാസമാണ്. മൻ അറഫ നഫ്സ, ആരാണ് സ്വന്തം ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ പഠിച്ചു പോയത്, ഫഖദ് അറഫ റബ്ബ, അവനാണ് റബ്ബിനെ പഠിച്ചവൻ. സ്വന്തം ശരീരത്തിന്റെ അനാട്ടമി പഠിച്ചു പോയവനെ നീ റബ്ബിനെ പഠിച്ചു പോയിരിക്കുകയാണ്. ഇന്ന് എഡ്യൂക്കേഷണൽ റിനൈസൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മള്, വിദ്യാഭ്യാസ വിപ്ലവങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മള്, മുട്ടിന് ഓരോ സ്ഥലങ്ങളിലും വിജ്ഞാനം പകർന്നുകൊണ്ടിരിക്കുന്ന കലാലയങ്ങളെ കൂണ് മുളക്കും പോലെ മുളച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നടുത്തളത്തിൽ എവിടെയാണ് സംസ്കാരം? വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെട്ട ലോകത്തിന്റെ പ്രതിസന്ധിയുടെ നടുത്തളത്തിൽ നിന്ന് മനുഷ്യനറിയാതെ ചോദിച്ചു പോവുകയാണ്, എവിടെയാണ് മനുഷ്യന്റെ സത്ത? റോമാ സാമ്രാജ്യത്തിന്റെ നടുത്തളത്തിലൂടെ പട്ടാപകൽ സൂര്യൻ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോ ദാർശനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു റോമയിൽ. ആ മനുഷ്യന്റെ പേരാണ് ഡയോജനിസ്. ഡയോജനിസ് എന്ന് പറയുന്ന മനുഷ്യൻ ബുദ്ധിജീവിയാണ്, അദ്ദേഹം പണ്ഡിതനാണ്, അദ്ദേഹം ഊർജ്ജസ്വലമായ ചിന്തയുടെ ഉടമയാണ്, അദ്ദേഹം ധിഷണാശാലിയാണ്. ആ പണ്ഡിതനാണ് റോമാ സാമ്രാജ്യത്തിന്റെ മണലാരണ്യത്തിന്റെ നടുത്തളത്തിലൂടെ സൂര്യൻ പട്ടാപകൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോ റാന്തല് കത്തിച്ചുകൊണ്ട് നടക്കുകയാണ്. ആളുകൾ ചോദിച്ചുപോയി, അല്ല ഡയോജനിസ്, അങ്ങ് ചിന്തകനാണ്, അങ്ങ് ധർമ്മിഷ്ഠനാണ്, അങ്ങ് പണ്ഡിതനാണ്, അങ്ങ് ഉദാത്തമായ വിജ്ഞാനത്തിന്റെ ഉന്നതമായ ശീർഷകങ്ങളിലേക്ക് കടന്നുപോയ മഹാനായ മനുഷ്യനാണ്. ഈ സൂര്യൻ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തിനാണ് അങ്ങൊരു റാന്തല് കത്തിച്ചുകൊണ്ട് നടക്കുന്നത്? ഇത് വിഡ്ഢിത്തമല്ലയോ ഡയോജനിസ്? ഇത് മൗഢ്യമല്ലയോ ഡയോജനിസ്? അങ്ങ് അറിവില്ലാത്ത മനുഷ്യനല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങയേക്കാൾ അറിവുള്ള മനുഷ്യന്മാര് ലോക ചരിത്രത്തിൽ ഉണ്ടോ എന്ന കാര്യം തന്നെ തർക്ക വിഷയമാണ്. നിങ്ങൾ എന്തിനാണ് പട്ടാപകൽ സമയത്ത് റാന്തൽ കത്തിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് അനുയായികൾ ചോദിക്കുമ്പോൾ ഡയോജനിസിന്റെ മറുപടി, ഞാൻ മനുഷ്യനെ തിരയുകയാണ്. മനുഷ്യന്റെ അസ്തിത്വം ബലികഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നൂറ്റാണ്ടിന്റെ മുമ്പിൽ വിളക്ക് പട്ടാപകൽ കത്തിച്ചൊരു മനുഷ്യൻ പഠിപ്പിക്കുകയാണ്. പോലും മനുഷ്യത്വത്തെ അന്വേഷണം നടത്താൻ ഈ മനുഷ്യന്മാർക്കൊന്നും സാധ്യമാകുന്നില്ല എന്ന തിരിച്ചറിവാണ് ഒരു മനുഷ്യന് റാന്തൽ കത്തിക്കാൻ, അതും സൂര്യൻ ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോ റാന്തൽ കത്തിക്കാൻ ചോദിപ്പിച്ച ഘടകം എന്ന് ആ മനുഷ്യൻ തന്നെ ബന്ധപ്പെട്ട അനുയായികളെ പഠിപ്പിക്കുകയാണ്. ലബ് പേ ആതി ഹെ ദുആ ബൻകേ തമന്നാ മേരി, ലബ് പേ ആതി ഹെ ദുആ बनके तमन्ना मेरी, जिंदगी शम्म की सूरत हो खुदाया मेरी. ഒരു കൊച്ചുകുട്ടി വന്നിട്ട് കവിത പാടുകയാണ്. അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കണ്ണ് നട്ടിട്ട് പാടിപ്പോയി, അള്ളാഹുവേ, എന്റെ ചുണ്ടിന്റെ മുകളിൽ ഒരു പ്രാർത്ഥന പീലി വിടർത്തുകയാണ് തമ്പുരാനെ. അത് മറ്റൊന്നുമല്ല, ജിന്ദഗി ശംകി സൂറത്ത് ഹോ ഖുദായാ മേരി, ഏ മേരി ഖുദാ, മേരി ജിന്ദഗി ഏക് ശമഅ കി സൂറത്ത് മേ ഹോനാ ചാഹിയേ. എന്റെ ജീവിതം ഒരു മെഴുകുതിരിയെ പോലെയാവണേ തമ്പുരാനെ. എന്താണ് മെഴുകുതിരി ചെയ്യുന്ന ദൗത്യം? എന്റെ ചെറുപ്പക്കാരാ, നമ്മുടെ അന്വേഷണം നടത്തേണ്ട ദൗത്യം പോലെ ഒരു കൊച്ചുമിടുക്കനായ പയ്യൻ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് തന്റെ കൈകൾ ഉയർത്തിയിട്ട് ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചിട്ട് പ്രാർത്ഥന നടത്തിപ്പോയി. दूर दुनिया का मेरे दम से अंधेरा हो जाए,
हर जगह मेरे चमकने से उजाला हो जाए। दूर दुनिया के सारे अंधेरा में चमकने के वजह से मेरे सबब से उजाला होना दूर होना चाहिए। ഈ ഭൗതിക ലോകത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്ന അന്ധകാരം, അജ്ഞതയുടെ ഘനാന്ധകാരങ്ങൾ ഞാനാകുന്ന മെഴുകുതിരി ഉജ്ജ്വലമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോ അകഞ്ഞു മാറ്റണം എന്ന സ്വപ്നമാണ് എന്റെ സ്വപ്നം. നമ്മൾ ചിന്തിക്കണം, ഇസ്ലാം എത്ര കരുത്തുള്ള സ്വപ്നങ്ങളാണ് സമൂഹത്തിന് പ്രദാനം ചെയ്തിരിക്കുന്നത്. എന്റെ കഥാപാത്രമായ ചെറുപ്പക്കാരാ, നമ്മൾ ചിന്തിക്കണം. നാളെ അർശിന്റെ തണലിലേക്ക് വിളിക്കപ്പെടുന്ന സപ്ത സൗഭാഗ്യവാന്മാരിൽ പ്രധാനി ശാബുൻ, ഓൺലി യങ്സ്റ്റേഴ്സ്. What is the speciality of this kinds of youngsters? അവർ എന്താകണം? എങ്ങനെങ്കിലും ജീവിച്ചാ പോരാ. നശഅ എന്നല്ല പറഞ്ഞത്, നശഅ ഫീ ഇബാദത്തില്ലാ. അള്ളാഹുവിനോട് വർഷിപ്പ് ചെയ്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് പഠിച്ച തമ്പുരാന്റെ മാർഗത്തിൽ യൂത്ത് സ്റ്റേജിനെ യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ ചെറുപ്പം എന്ന് പറയുന്ന പ്രായത്തെ തന്നെ അതിലേക്ക് കൊണ്ടുപോകണം. എന്നാലാണ് അർശിന്റെ തണല്. ചെറുപ്പകാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മധ്യവയസ്കനായി വൃദ്ധനായി പാപഭാരങ്ങൾ കുമിഞ്ഞുകൂടിയ വാർദ്ധക്യ സമയത്ത് തൗബ ചെയ്ത് പാപങ്ങളെല്ലാം പുറത്തിട്ടാണ് മരിച്ചുപോയത്. എന്നാലും അർശിന്റെ തണല് കിട്ടിക്കൊള്ളണം എന്നില്ല. ഷാബുൻ, ഷബാബ്, യങ്സ്റ്റേഴ്സ്, നൗജവാൻ, നല്ല തന്ദുരുസ്തിയുള്ള ആരോഗ്യമുള്ള. ഹെൽത്ത് ഈസ് ദി വെൽത്ത്. മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഹെൽത്താണ്, ആരോഗ്യമാണ്. ഈ ആരോഗ്യ സമയം പരീക്ഷണത്തിന്റെ ഘട്ടമാണ്. നിഅമതാനി, രണ്ട് അനുഗ്രഹങ്ങൾ. മഖ്ബൂനും ഫീഹിമാ, ആ രണ്ട് അനുഗ്രഹങ്ങളിലും ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, വഞ്ചിതരായിരിക്കുകയാണ്. കസീറും മിനന്നാസ്, ജനങ്ങളിൽ മെജോറിറ്റിയും. അസ്സിഹ, ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്ത്. അസ്സിഹ, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ സുപ്രധാനം അസ്സിഹ, ആരോഗ്യമാണ്. വൽ ഫറാഖ്, പിന്നെ ഫ്രീ ടൈം, ഒഴിവു സമയമാണ്. ചെറുപ്പക്കാരനാണ് ഈ രണ്ട് പരീക്ഷണങ്ങളുടെ ബലിയാട്. കാലത്തിന്റെ യൂപപീഠത്തിലേക്ക് ആനയിക്കപ്പെട്ട ബലിയാട്. ചെറുപ്പക്കാരാ, നീ കടിഞ്ഞാണില്ലാത്ത കുതിരയാണ്. കുതിരയെന്ന് പറയുന്ന ജീവിക്ക് കടിഞ്ഞാണിട്ടാൽ തന്നെ അതിനെ നിയന്ത്രിക്കുക എത്ര ശ്രമകരമാണ്. എന്നാൽ കടിഞ്ഞാണ് പോലും നഷ്ടപ്പെട്ടു പോയ കുതിരയാണ് ചെറുപ്പക്കാരനെന്ന് ബുദ്ധിജീവിയായ ടോൾസ്റ്റോയ് പണ്ട് പഠിപ്പിച്ചു പോയത് എത്ര അന്വർത്ഥമായ പദപ്രയോഗം. ആ പദപ്രയോഗം ഇടിനാദം പോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ പ്രകമ്പനം കൊള്ളണം. നിഅമതാൻ, രണ്ട് അനുഗ്രഹങ്ങൾ. മഖ്ബൂനു ഫീഹിമാ, ആ രണ്ട് അനുഗ്രഹങ്ങളിലും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. കസീറും മിനന്നാസ്, ജനങ്ങളിൽ അധിക പേരും. ഒന്നാമത്തത് അസ്സിഹ, നിങ്ങൾക്ക് നൽകപ്പെട്ട ആരോഗ്യമാണ്. വൽ ഫറാഖ്, രണ്ടാമത്തത് ഒഴിവു സമയമാണെന്ന് പരിശുദ്ധ ത്വാഹൽ വറാ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു പോയിട്ടുണ്ട്. കറുത്ത ഗണനായകൻ ടെലിവിഷന്റെ ചുടു ചാനലിൽ പിടക്കുമുടലിന്നകം കുടലുമാല പിടയും പടി. മകന്റെ പുതുകണ്ണിൻ ഭാഷണം, അവന്റെ മൊഴിയാങ്കലം അതു നിനക്കിലോ സങ്കടം. എനിക്കുപകരിച്ചെന്റെ പഴയകാല രാമായണം. മുടിഞ്ഞ മലയാളമേ, മുലപറിഞ്ഞ പരദേവതേ, നിനക്കു ശരണം. മഹാബലിയടഞ്ഞ പാതാളമോ. നമ്മുടെ സംസ്കാരം ഇന്നവിടെ പോയിരിക്കുകയാണ്. ഒരു കാലത്ത് കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്കാൻ. ഈ വർഷമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ദൈവത്തിന്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിദേശികൾ പേര് നൽകപ്പെട്ട ഒരേ ഒരു സംസ്ഥാനം, അതാണ് കേരളം. അത് കേരളത്തിന്റെ സംസ്കാരമായിരുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ പുകഴ്ത്തി പറയാൻ വിദേശികളായ വള്ളക്കാരന് സ്വാതന്ത്ര്യം കൊടുത്തത് കേരളീയന്റെ ഭംഗിയല്ല, കേരളീയന്റെ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യമാണ്.
മേത്തരം സ്വഭാവമാണ് മതപ്രബോധനത്തിന്റെ ഏറ്റവും വലിയ സിമ്പൽ. നമ്മൾ ആലോചിക്കണം, മതം പ്രബോധനം ചെയ്യപ്പെട്ടത് ശബ്ദഘോഷങ്ങൾ മുഴക്കപ്പെട്ട വേദികളിലൂടെയല്ല, പീരിയോഡിക്കൽസിലൂടെയല്ല, പബ്ലിഷിംഗിലൂടെയല്ല, സീഡികളിലൂടെയല്ല. മനുഷ്യന്റെ മതപ്രബോധനത്തിന്റെ ഏറ്റവും വലിയ വജ്രായുധം അത് സൽസ്വഭാവമാണ്. ദുഷ്മൻ സനെ ബദലാലിയ ഹസ്രത്തിനെ കബീ ഭീ മാരാ ഭീ തോ അഖ്ലാഖ് കേ തൽവാർ സേ മാരാ. അല്ലാമ ഇഖ്ബാൽ പരിശുദ്ധ റസൂലിന്റെ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞതങ്ങനെയാണ്, ദുഷ്മൻ സേ, ശത്രുവിനോട് ഇന്നെ ബദലാലിയ, പ്രതികാരം ചെയ്തിട്ടില്ല, ഹസ്റത്തിനെ, നമ്മുടെ പ്രവാചകൻ കബീബി, ഒരിക്കൽ പോലും മാറാ ഭീതോ, ഇനിയെങ്ങാനും പരിശുദ്ധ റസൂൽ തന്നെ ഇങ്ങോട്ട് ആക്രമിച്ച ശത്രുവിനെ അങ്ങോട്ട് തിരിച്ചാക്രമിച്ചിട്ടുണ്ടെങ്കിൽ അഖ്ലാഖ് കേ തൽവാർ സേ മാറാ, സൽസ്വഭാവത്തിന്റെ തൽവാർ. തൽവാർ എന്ന ഉറുദു വാക്കിന്റെ അർത്ഥം തന്നെ ഖഡ്ഗം, വാള് എന്നാണ്. സൽസ്വഭാവമാകുന്ന വാള് കൊണ്ടാണ് ഇങ്ങോട്ട് വെട്ടിയ ശത്രുവിനെ തിരിച്ചു വെട്ടിയത് പരിശുദ്ധ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറാബി വന്നിട്ട് പുണ്യ റസൂൽ കഴുത്തിൽ ധരിച്ച ഷാളിനെ വലിക്കുകയാണ്. വലിച്ചതിന്റെ തീക്ഷ്ണമായ ശക്തി കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കഴുത്ത് മുറുകി. ആ ലോലമായ പാടുകളിലൊന്ന് ഇളകി. കഴുത്തിന്റെ ഉപരിതലത്തിലുള്ള തോലിന് പോലും ക്ഷതം സംഭവിച്ചുപോയി. ആ കണ്ടനാണങ്ങൾ ചുവന്ന് തുടുത്തുപോയി. വേദന സഹിച്ചിട്ടും അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പുഞ്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞുപോയി, സഹാബ, നിങ്ങൾ ക്ഷമിക്കണം സഹാബ. അത് കണ്ടപ്പോഴേക്കും ഉമറുൽ ഫാറൂഖ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഖലീഫ തങ്ങള്, മഹാനായ നമ്മുടെ തങ്ങളവർകൾ, കേരള വഖഫ് ബോർഡ് ചെയർമാൻ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളവർകൾ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മഹാനായ നമ്മുടെ നേതാവിന് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട തങ്ങളവർകൾ എത്തിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രഭാഷണം തങ്ങളവർകളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടതിന്റെ ശേഷം തുടരുന്നതാണ്. തങ്ങൾ യാത്രയിലായിരുന്നു. ഒരുപാട് പരിപാടികൾ കവർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തങ്ങൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നമ്മുടെ സദസ്സിനെ മുഷിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് മഹാനായ തങ്ങളവർകൾ എത്തുന്നതിന്റെ മുൻപേ നമ്മൾ പരിപാടി സമാരംഭം കുറിച്ചത്. ബഹുമാനപ്പെട്ട തങ്ങളവർകളുടെ സാന്നിധ്യം കൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ സദസ്സ് അനുഗ്രഹപൂരിതമാണ്. അള്ളാഹു ആ അനുഗ്രഹം കേരളക്കരയിലേക്ക് എന്നെന്നും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. നമ്മളെ വേറിട്ട് നിർത്തുന്ന ഘടകവും അതുതന്നെയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ വഖഫ് ബോർഡ് ചെയർമാൻ പദവി ഏറ്റെടുത്തതിന്റെ ശേഷം ഒരുപാട് സമൂലമായ പരിവർത്തനങ്ങൾക്ക് ആ മേഖല സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇത്തരം ചേതോഹരമായ സ്വപ്നങ്ങൾ ഒരു സമൂഹത്തിന് തന്നെ ഇസ്സത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മതേതര ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയാണ്
അക്ഷരാർത്ഥത്തിൽ കൊടപ്പനക്കൽ തറവാട് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഗുണം, എല്ലാവർക്കും ഒരുപോലെ നീതി, എല്ലാവർക്കും സ്നേഹം പകുത്തു കൊടുക്കുമ്പോൾ പോലും പിശുക്ക് കാണിക്കാത്തൊരു പാരമ്പര്യം, അത് കേരളക്കരയിൽ ഒരു കുടുംബത്തിലൂടെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സദാ ഇത്തരത്തിലുള്ള ഇസ്സത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലായ്പ്പോഴും നിർവഹിക്കണം. നമ്മുടെ ദുഹാ നമസ്കാരങ്ങൾ പതിവാക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാർ, തഹജ്ജുദ് പതിവാക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാർ, അള്ളാഹുവിനോടൊന്ന് കൈയുയർത്തി കഴിഞ്ഞാൽ ദുആക്ക് അഖ്റബു ഇലൽ ഇജാബ, ഉത്തരം കിട്ടാൻ സമീപസ്ഥമായ പ്രാർത്ഥനകളുടെ ഒരുപാട് ഉടമസ്ഥർ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുമാർ പ്രത്യേകിച്ചും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതാണ് ഹൃദയപരതയോടുള്ള നമ്മുടെ മുന്നേറ്റത്തിന് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്ന സുഹൃതം. നമ്മുടെ അന്വേഷണങ്ങൾ ആ വഴിക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമുക്കത് ബോധ്യപ്പെടുന്നതാണ്. കേരളക്കരയുടെ പുറത്ത് ക്യാബിനറ്റ് മിനിസ്റ്റർ അലങ്കരിക്കുന്ന ഒരു പദവിയാണ് ആക്ച്വലി നമ്മുടെ നാട്ടിൽ വഖഫ് ബോർഡ് ചെയർമാൻ എന്ന് പറയുന്ന ഈ ഒരു പദവി. പുറത്ത് സംസ്ഥാനങ്ങളിൽ അത്രയും പ്രോട്ടോകോൾസ് ഉള്ളൊരു പദവി കൂടിയാണിത്. പക്ഷേ നമ്മുടെ നേതാക്കന്മാർക്ക് അങ്ങനെയാണ്. എല്ലാം ലാളിത്യത്തോടെ കൈകാര്യം ചെയ്യുന്ന ലളിതവൽക്കരണത്തിന്റെ ഒരു പൈതൃകം കനിഞ്ഞരളിയതുകൊണ്ട് അങ്ങനെ തന്നെ വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. ഏതായാലും തങ്ങളവർക്ക് വേണ്ടി ഞാൻ സാന്ദർഭികമായി സദസ്സിനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ചടങ്ങിന് ശേഷം നമുക്ക് സംസാരം തുടരാം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. വേദിയിൽ ഉപഹാര സമർപ്പണമാണ്. കടലുണ്ടിപ്പുഴയുടെ തെളിനീരോടെ കിരിപെരുമാറ് നൽകിയ പാണക്കാടിന്റെ മണ്ണിൽ ഒരു ജനതയുടെ മുഴുവൻ നമ്പരങ്ങളും സങ്കടങ്ങളും നെഞ്ചേറ്റി ആത്മനിർഭരതയുടെ ആൾരൂപങ്ങളായി പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ജന്മം കൊണ്ട് അനുഗ്രഹീതരായ സയ്യിദന്മാരിലെ രാജകുമാരൻ, കേരള വഖഫ് ബോർഡിന്റെ വളയം പിടിക്കുന്ന നേതൃത്വം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവർക്ക് പെരിങ്ങോട്ടുകുളം മഹല്ല് കമ്മിറ്റിയുടെ മെമന്റോ നൽകുകയാണ്. മെമന്റോ നൽകുന്നതിന് വേണ്ടി ബഹുവന്യരായ എം കെ ഹുസൈൻ ഹാജി മഹല്ല് പ്രസിഡന്റ് അവരുകളെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുവന്യരായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവരെയും സാദരം ക്ഷണിക്കുന്നു. അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വേദിയിൽ ഉദ്ഘാടനം നഷ്ടബോധത്തിന്റെ കവിതകൾ രചിക്കാതെ, പകപോക്കലിന്റെ വാക്കുകളില്ലാതെ ഇന്ത്യൻ മുസൽമാന്റെ ഹൃദയത്തിൽ സമാധാനത്തിന്റെ തിരിതെളിയിക്കാൻ ശാന്തിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും വെള്ളരിപ്രാവുകളായി കടന്നുവന്ന സയ്യിദന്മാർ, ആ സയ്യിദന്മാരുടെ മന്ദഹാസം തൂക്കി കടന്നുവന്ന രാജകുമാരൻ, കേരള വഖഫ് ബോർഡിന്റെ വളയം പിടിക്കുന്ന നേതൃത്വം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഈ മഹാസമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. തങ്ങളെ സാദരം പ്രസംഗപീഠത്തിന് മുമ്പിലേക്ക് സവിനയം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ അധ്യക്ഷൻ അബ്ദുൽ കരീം ബാഖവി, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എൻ കെ ഹുസൈൻ ഹാജി, മുഖ്യപ്രഭാഷണം നടത്തുന്ന മുനീർ ഹുദവികളെയും ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മറ്റു വിശിഷ്ടാതിഥികളെ, ഇവിടെ ഈ പെരിങ്ങോട്ടുകുളം മഹല്ലിൽ ദീനീ സേവനത്തിൽ 4 പതിറ്റാണ്ട് കാലം ചെലവഴിച്ച ബഹുമാന്യനായ ടി അബ്ദുള്ള മുസ്ലിയാർ,
അതേപോലെ ദീർഘകാലം മഹല്ല് പ്രസിഡന്റും മഹല്ല് മുതവലിയുമായ നെച്ചികണ്ഠൻ മുഹമ്മദ് ഹാജി, ഈ വേദിയിലെ സഹോദരന്മാരെ, നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള തന്നെ പെരിങ്ങോട്ടുകുലം മഹല്ലിൽ നടത്തുന്ന 2 ദിവസമായി നടത്തുന്ന മതപ്രഭാഷണവും ദുആ സമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത്. അള്ളാഹു നമ്മുടെ സംഘം ഒരു സ്വാലിഹായ അമലായി സൽക്രമായ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് ഇരുവീട്ടിനും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽപ്പെട്ട പല വ്യക്തിത്വങ്ങളും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ള അള്ളാഹു അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകളും അസുഖബാധിതരാണ്, അള്ളാഹു അവർക്ക് ശിഫ നൽകട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ. അവരുടെയൊക്കെ ജോലിയിലും കച്ചവടത്തിലും നാഥൻ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. പല ആളുകളുടെയും സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച അള്ളാഹു ഇതിനുവേണ്ടി സഹായിച്ച, സഹകരിച്ച, പ്രവർത്തിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുവീട്ടിനും പ്രദാനം ചെയ്യട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ആദ്യമായി കൂടി രേഖപ്പെടുത്തുകയാണ്. വഖഫ് ബോർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി കേസുകൾ കെട്ടിക്കിടക്കുന്ന ഒരു കോടതി പോലെയുള്ള ഒരു സ്ഥാപനമാണ് വഖഫ് ബോർഡ്. ദിനംപ്രതി കേസുകളുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി വിഭിന്നമായി സമുദായത്തിന്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലുള്ള പുരോഗതിക്ക്, അടിസ്ഥാനപരമായ പുരോഗതി നേടാൻ അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതികൾ കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വഖഫ് ബോർഡ്. ആദ്യമായി മഹല്ലിൽ, നമ്മുടെ നാട്ടിലുള്ള എല്ലാ വഖഫ് സ്വത്തുക്കളും, മഹല്ലുകൾ, പള്ളികൾ മാത്രമല്ല, മദ്രസകൾ മാത്രമല്ല, പല സ്ഥലങ്ങളും സ്വത്തുക്കൾ, ഓത്തിന് വെച്ച സ്വത്തുക്കൾ അടക്കമുള്ള സ്വത്തുക്കൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. ഭാവി സുരക്ഷിതമാക്കാൻ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് സംരക്ഷണം ഉറപ്പുവരുത്താൻ വഖഫിന്റെ ബന്ധപ്പെട്ട അധികാരികൾ വഖഫ് ബോർഡിൽ ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമായ ഒരു കാലഘട്ടമാണ് എന്ന് മുന്നിൽ നാം മനസ്സിലാക്കണം. വഖഫ് ബോർഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു ബോർഡല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടർ വരുന്ന, അതിലെന്തെങ്കിലും ഭേദഗതികൾ മറ്റും വരുത്തണമെങ്കിൽ തന്നെ ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിലൊക്കെ പാസ്സാക്കി വരണം. ഇപ്പോഴത്തെ നമ്മുടെ അന്തരീക്ഷം നമുക്ക് അനുയോജ്യമായ ഒരു സാഹചര്യമല്ലാത്തതിനാൽ എല്ലാവരും അത് രജിസ്റ്റർ ചെയ്ത് അതാത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സംരക്ഷണം നേടിയെടുക്കേണ്ടത് അനിവാര്യമാണ്. കേരളത്തിൽ 45,000-ലധികം വഖഫ് സ്വത്തുക്കൾ ഉണ്ടായിട്ട് പോലും 8,600-നടുത്ത് മാത്രമേ രജിസ്ട്രേഷൻ വന്നിട്ടുള്ളൂ. അത് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പയിൻ, രജിസ്ട്രേഷന് വേണ്ടി ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാനുള്ള പദ്ധതി ഓരോ ജില്ലാ തലത്തിലും ക്യാമ്പയിൻ സംഘടിപ്പിച്ച് രജിസ്ട്രേഷൻ ബൂസ്റ്റിംഗിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ കേസുകൾ, കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള അദാലത്തും ഒരു ജനകീയ ബോർഡാക്കി മാറ്റാനുള്ള അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ പല മഹല്ലുകളും വഖഫ് ബോർഡിലേക്ക് രജിസ്റ്റർ ചെയ്യാതെ അത് വിട്ടുനിന്നുകൊണ്ട് അതെന്തോ ഒരു ടാക്സ് ഓഫീസാണ് എന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം സംരക്ഷണം നൽകേണ്ട, അതിനുവേണ്ടി ഉത്തരവാദപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണത്. അപ്പോൾ അതെല്ലാവരും ആ ഒരു ബോർഡിൽ അതാത് വഖഫ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഈ സാഹചര്യത്തിൽ നിങ്ങളോട് ഉണർത്തുകയാണ്. അതേപോലെ തന്നെ നമുക്ക് 2 ദിവസമായി ഇവിടെ നടക്കുന്ന ഈ മതപ്രഭാഷണം, അള്ളാഹു ഇത്തരം പ്രഭാഷണങ്ങളിലൂടെ നമ്മുടെ സമുദായത്തിന്റെ ദീനീ ബോധം, ദീനീ വിജ്ഞാനം, മതപരമായ വിജ്ഞാനം അത് ഊട്ടിയുറപ്പിക്കാൻ, അത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമുദായത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ദീൻ, ഞങ്ങളെല്ലാവരും, പല ആളുകളും ചെറുപ്രായത്തിൽ തന്നെ മതവിദ്യാഭ്യാസത്തിലൂടെ മദ്രസയിൽ നിന്ന് അല്ലെങ്കിൽ പള്ളി ദർശകളിൽ നിന്ന്, അതല്ലെങ്കിൽ മറ്റു പല മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നാം നേടിയെടുത്തിട്ടുണ്ടാവാം.
അതിലുപരി അതിനപ്പുറം നമ്മുടെ മക്കൾക്ക് ഇതേപോലെയുള്ള മതപ്രഭാഷണ വേദികളിലൂടെ അള്ളാഹിന്റെ ദീനിന്റെ സന്ദേശം അത് കൈമാറിക്കൊണ്ട് പകർന്നു നൽകിക്കൊണ്ട് അള്ളാഹിന്റെ ദീൻ അത് എന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിക മൂല്യങ്ങൾക്ക് വിലമതിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ മക്കളെ ഹൈറായ സോലയായ മക്കളാക്കി വളർത്തണം. അതിന് മതവിജ്ഞാനം അനിവാര്യമായ ഒരു ഘടകമാണ്. മതവിജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് ഇസ്ലാമിന്റെ സംസ്കാരം അത് എന്നും എക്കാലത്തും അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുള്ളൂ. അതിന് അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനവും അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ അത് ഹൃദയസ്ഥമാക്കിക്കൊണ്ട് ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കാൻ നാം തയ്യാറാവണം. പ്രവൃത്തിപഥത്തിലൂടെ കർമ്മപഥത്തിലൂടെ കാണിച്ചു കൊടുത്ത് മുന്നോട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ, ഉത്തമ ബോധമുള്ള സമൂഹത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അന്ത്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅയായിരിക്കണം നാം പിൻപറ്റേണ്ടത്. ഇന്ന് ഈ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ലഭ്യമായ ഈ കാലഘട്ടം വളരെയധികം മുന്നോട്ട് പോകുമ്പോൾ അധാർമികത, അസാംസ്കാരികത, അനാചാരങ്ങൾ, അനാശാസ്യങ്ങൾ, അനിസ്ലാമിക പ്രവണതകൾ, അതേപോലെ തന്നെ പലതരത്തിലുള്ള ദുരാചാരങ്ങൾ, അനാചാരങ്ങളൊക്കെ ഇന്ന് സമൂഹത്തിൽ ധാരാളം കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ സമൂഹത്തിന് ഇസ്ലാമിനെ കുറിച്ചുള്ള വിജ്ഞാനവും മതപ്രഭാഷണ വേദികളിലൂടെ അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ മക്കൾക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ മക്കള് ഒരു വഴിവെച്ചു പോകുന്ന ഒരു ഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വഴിയിലേക്കോ പോവുകയില്ല. നമുക്ക് അനിവാര്യത്തിന് വേണ്ടി ആരാധിച്ചുകൊണ്ട്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെയായിരുന്നു വാർത്തെടുക്കുക. ഇൻഷാ അള്ളാഹ് നമ്മുടെ ഇത്തരം പ്രഭാഷണ വേദികളിൽ നമ്മുടെ ആ പൂർത്തീകരണ ലക്ഷ്യം നാഥൻ പൂർത്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ നിർവഹിച്ചത് പ്രഖ്യാപിക്കുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതേപോലെ ഇവിടെ ഇന്ന് ആദരിക്കുന്ന 4 പതിറ്റാണ്ടുകളോളം കാലം ഈ മഹല്ലത്തിൽ സേവനമനുഷ്ഠിച്ച ബഹുമാനായ ടി അബ്ദുള്ള മുസ്ലിയാർക്ക്, കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നിരവധി വർഷങ്ങൾ ഒരു മഹല്ലത്തുകളിൽ, ഒരു പള്ളിയിൽ അല്ലെങ്കിൽ മദ്രസയിൽ ജോലി ചെയ്യുന്ന ആളുകളെ എണ്ണാവുന്ന ആളുകൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. 4 പതിറ്റാണ്ട് കാലം ഇവിടെ സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇവിടെ സേവനിച്ച് പ്രവർത്തനം മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന് അള്ളാഹു എല്ലാ രീതിയിലുള്ള, എല്ലാ തരത്തിലുള്ള കരുത്തും നാഥൻ പ്രദാനം ചെയ്യട്ടെ. ഇനിയും ദീനിനു വേണ്ടി സേവിക്കാനും അതേപോലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും നാഥൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ദീർഘകാലം മഹല്ല് പ്രസിഡന്റായ, മഹല്ല് മുത്തവല്ലിയുമായ നെച്ചിക്കണ്ടൻ മുഹമ്മദ് ആജിക്കും അള്ളാഹു എല്ലാ രീതിയിലുള്ള കരുത്തും ആയുസ്സും ഹാഫിയത്തും നൽകി പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കു ചുരുക്കുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി വേദിയിൽ പൊന്നാടയടിക്കൽ ചടങ്ങാണ്. പെരുങ്കോട്ടുപുലത്തിന്റെ ഹൃദയാന്തരങ്ങളിൽ 40 വർഷത്തോളം നൂറുൽ ഹുദാ മദ്രസയുടെ ചുമരുകൾക്കുള്ളിൽ അറിവിന്റെ വെള്ളി വെളിച്ചം നുകർന്ന് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത് ഇന്നും അറിവിന്റെ വാതായനങ്ങളുമായി ഇൽമിന്റെ മാധുര്യം നുകർന്നുകൊണ്ടിരിക്കുന്ന ബഹുവന്യരായ ഉസ്താദ് തറയിൽ അബ്ദുള്ള മുസ്ലിയാർ അവർക്ക് പൊന്നാടയണിയിക്കലാണ്. പൊന്നാടയണിയിക്കുന്നതിനു വേണ്ടി ബഹുവന്യരായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളെ സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
അടുത്തതായി ദീർഘകാലം മഹല്ല് പ്രസിഡന്റും മഹല്ല് മുത്തവല്ലിയുമായ ബച്ചിക്കണ്ടൻ മുഹമ്മദ് ഹാജി അവറുകൾക്ക് ബഹുബന്ധരായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഷാൾ അർപ്പിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ബഹുവന്ദരായ ഉസ്താദ് മുനീർ ഹുദവി വിളയിൽ അവറുകളെ സാദരം പ്രസംഗപീഠത്തിന് മുമ്പിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ ഉജ്ജ്വലമായ പ്രഭാഷണത്തിൽ നിന്ന് അനുഗ്രഹവും സന്ദേശവും ഉൾക്കൊണ്ട ഈ സദസ്സിൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രഭാഷണത്തിന്റെ തുടർന്ന് നമ്മൾ അവസാനിപ്പിച്ച വിഷയത്തെ വീണ്ടും അതിന്റെ തുടർച്ചയെന്നോണമുള്ള സംസാരത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് യുവത്വത്തിന്റെ ശക്തമായ വിനിമയം. ആധുനിക യുഗത്തിൽ ഏതർത്ഥത്തിലാണ് അതിനെ കൊണ്ടുപോകേണ്ടത് എന്ന് വലിയ ഗവേഷണങ്ങൾ നടത്തേണ്ട ഒരു സ്ഥിതിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്ഷണത്തിന്റെ ഘട്ടമാണിത്. ആരോഗ്യവും മനുഷ്യന്റെ ഒഴിവു സമയവും അക്ഷരാർത്ഥത്തിൽ ഒരു പരീക്ഷണത്തിന്റെ ഘട്ടമാണ്. അതിനെ ഓവർകം ചെയ്യാം. ആ മേഖലകളെ മുഴുവൻ സാക്രിഫൈസ് ചെയ്ത് സഹനം നടത്തി അതിനെയെല്ലാം ടോളറേറ്റ് ചെയ്ത് പോകാനുള്ള മനുഷ്യന്റെ കഴിവ്, ഇസ്ലാമികമായ സഹനശക്തി എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രൊപഗേഷൻ സ്റ്റേജ് വരുന്ന സാഹചര്യത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം എത്ര? പുണ്യപ്രവാചക തിരുമേനിക്ക് നുബുവത്ത് കിട്ടി. ഇസ്ലാമിക പ്രബോധനത്തിന്റെ സമാരംഭം കുറിക്കപ്പെടുമ്പോ പ്രമുഖരായ സഹാബിമാരുടെ, ഇസ്ലാമിന്റെ മുന്നണി പോരാളികളായ സഹാബിമാർ മുഴുവൻ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള വക്താക്കളായിരുന്നു. 30-35 താഴെ ആയിരുന്നു അന്നത്തെ സഹാബികളിൽ. വളരെ പ്രധാനികളായിരുന്ന സഹാബത്തിന്റെ മുഴുവൻ പ്രായം എന്തുകൊണ്ട്? പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യത്തെ ഏറ്റെടുക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, പരിശുദ്ധ നബിയെ അങ്ങയുടെ 1,24,000 പരം സ്വഹാബ, 1,24,000 പരം പ്രവാചകരെ പോലെ തന്നെയാണ് അങ്ങയുടെ അനുചരന്മാരായ 1,24,000 പരം സ്വഹാബ. അവർ ധീരരാണ്, അവർ യോദ്ധാക്കളാണ്, അവർ അശ്വാരൂഢന്മാരാകേണ്ടവരാണ്, അവർ നേതൃപരമായ ഇടപെടലുകൾ നടത്തേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ കായികക്ഷമതയിൽ ചോദ്യം ചെയ്യപ്പെടാത്തവരാകേണ്ടവരാണ്. അവരാണ് യുദ്ധം നയിക്കുന്നത്, അവരാണ് രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നത്.
മദീന മുനവ്വറയുടെ ജന്നത്തുൽ ബഖീയിൽ ഇപ്പോഴും 10,000 ചില്ലാനം സഹാബത്ത് മാത്രമാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. 1,24,000 പരം ആളുകളുണ്ടായിട്ട് ബാക്കി സഹാബത്ത് എവിടെ പോയി? മദീനയുടെ പാർശ്വഭാഗങ്ങളിൽ 10,000 ചില്ലാനം ആളുകൾ മാത്രം ഉറങ്ങിക്കിടക്കുമ്പോൾ 1,24,000 ഇനിയും എത്ര പേരുകൾ അനിവാര്യം? അവരെവിടെ പോയി? അവർ കേരളക്കരയിൽ ചിലർ കിടക്കുകയാണ്, ചിലർ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ കിടക്കുകയാണ്, ആഫ്രിക്കയിൽ കിടക്കുകയാണ്, ചൈനയിൽ കിടക്കുകയാണ്, റഷ്യയിൽ കിടക്കുകയാണ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും വിസ്തൃതമായിട്ടവർ കിടക്കുകയാണ്. അതുകൊണ്ടാണ് അലാഹൽ ബല്ലഗ്തു, അവസാനത്തെ പ്രഭാഷണത്തിന്റെ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കണ്ണുയർത്തിയിട്ട് പരിശുദ്ധ റസൂൽ ചോദിച്ചു പോയി, സഹാബ ഞാൻ എത്തിച്ചു തന്നിട്ടില്ലയോ? അള്ളാഹുവേ ഞാൻ എന്റെ ദൗത്യം പൂർത്തിയാക്കിയില്ലയോ തമ്പുരാനെ? ഏതാണ് ആ ദൗത്യം? സഹാബത്ത് പോകേണ്ടിടത്തേക്ക് പോയി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ആ ഒരു ദൗത്യം എത്ര മനോഹരമാണ്. കേരളക്കരയിൽ നിന്ന് ആ കാണുന്ന ചന്ദ്രൻ 2 കഷ്ണമായതിന് ലൈവായിട്ട് ദർശനം നടത്തിയില്ലേ ചേരമാൻ രാജാവ്? അത് കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ ഇവിടെ നിന്ന് പായക്കപ്പലിൽ പുറപ്പെട്ടില്ലയോ ആ മനുഷ്യൻ? ഒരു കീസ് സഞ്ചബീലുമായി ചരിത്രത്തിൽ കാണാം. കേരളക്കരയിലെ വിഭവസമൃദ്ധമായ അറബികൾക്ക് അന്ന് മേത്തരം ഇഷ്ടമുള്ള സുഗന്ധ വ്യഞ്ജനത്തെ പോലെ കാത്തു സൂക്ഷിക്കുന്ന ഭക്ഷ്യവ്യഞ്ജനത്തെ കൊണ്ടുപോയി, ഇഞ്ചിയെ കൊണ്ടുപോയി അള്ളാഹുവിന്റെ റസൂലിനെ കാണിക്ക വച്ച രാജാവ് ഇസ്ലാമാവാൻ താൽപര്യം പ്രകടിപ്പിക്കുകയാണ്. താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുകയാണ്. എന്റെ നാട്ടിന്റെ സംസ്കാരത്തിലേക്ക് ഈ മതത്തെ പ്രബോധനം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് തർബിയത്ത് വാങ്ങി, സഹബത്ത് വാങ്ങി, സഹാബി എന്ന പട്ടം സ്വീകരിച്ച് പുതിയ സംസ്കാരം നെഞ്ചേറ്റി പുതിയ നാമത്തിന്റെ ഉടമയായി ആ മഹാനായ മനുഷ്യൻ തിരിച്ചു വരുമ്പോഴാണ് കലശലായ പനി ബാധിക്കുന്നത്, രോഗം മൂർച്ഛിക്കുന്നത്. പിന്നെ കണ്ട തീരം ഏതാണ്? ആ തീരത്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് വിശ്രമിക്കാം, ആതുര ചികിത്സകൾ ആ തീരത്ത് ഇറങ്ങിയിട്ട് ചെയ്യാം. ദിവസങ്ങളോളം കഴിഞ്ഞപ്പോ രോഗം മൂർച്ഛിച്ച് അദ്ദേഹത്തിന്റെ കപ്പൽ തീരം മണഞ്ഞത് എവിടെയാണ്? ഒമാനിലുള്ള സലാലയിലാണ്. അവിടെയാണ് മഹാനുഭാവൻ ഇറങ്ങുന്നത്, ബന്ധപ്പെട്ട ആളുകൾ മഹാനുഭാവനെ ഇറക്കുന്നത്. ആ രോഗം മൂർച്ഛിച്ച് അവിടെ വെച്ചിട്ട് തന്നെ വഫാത്താവുകയാണ് മഹാനായ ആ മനുഷ്യൻ. ആഴ്ചകൾക്ക് മുമ്പ് സമാദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ പരിപാടിയുടെ ഭാഗമായി അവിടെ പോയതും തങ്ങൾ അവർകൾ അതിന്റെ ഹിസ്റ്ററി മറ്റുള്ള മലയാളികൾക്ക് പറഞ്ഞു കൊടുത്തതും ഞാൻ ഓർത്തുപോവുകയാണ്. കേരളത്തിന്റെ സെയിം കൾച്ചർ ഒരു നാട്, കേരളത്തിന്റെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ എന്താണോ സെയിം കണ്ടീഷൻ. ഇങ്ങോട്ട് തിരിഞ്ഞാൽ നല്ല കങ്ങുംതോട്ടം, വാഴത്തോട്ടം ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു അന്യരാജ്യത്ത് പോയിട്ട് സെയിം കേരളത്തിന്റെ അതേ ഭൗമശാസ്ത്രപരമായ അന്തരീക്ഷമുള്ള ഒരു സ്ഥലം ലോകത്തുണ്ടെങ്കിൽ അത് സലാലയാണ്. പണ്ഡിതന്മാര് പറഞ്ഞു, മഹാനായ മാലിക് ദീനാർ ബിൻ താജുദ്ദീൻ എന്ന് പറയുന്ന ചേരമാൻ പെരുമാൾ അവർക്ക് ഏറ്റവും ഇഷ്ടം കേരളത്തിന്റെ പ്രകൃതിയായിരുന്നു. ആ പ്രകൃതിയെ ഇച്ഛിച്ചിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ച് കപ്പൽ കയറിയത്. പക്ഷേ അവിടെ വെച്ച് അദ്ദേഹം വഫാത്താവാണ് സലാലയിൽ. അള്ളാഹു സലാലയുടെ ഭൂപ്രകൃതിയെ അദ്ദേഹത്തിന്റെ നാടിന്റെ പ്രകൃതി പോലെ ആക്കി കൊടുത്തു. അവിടെ ഇന്ന് മുളക് കാണാം, വെറ്റില കൃഷി കാണാം, തെങ്ങ് കൃഷി കാണാം. തങ്ങളവറുകൾ പറഞ്ഞ് ഈ നാടൊന്ന് കാണണം. പോകുന്നതിന്റെ കൂട്ടത്തിൽ നമ്മളെ നാട്ടിലെ വഴിയോരത്ത് ഇളനീർ കച്ചവടം നടത്തും പോലെ കച്ചവടം. തങ്ങൾ പറഞ്ഞ് ഇവിടെ നിന്ന് ഇളനീര് കഴിക്കണം, റോബസ്റ്റ് പഴവും കഴിക്കണം. തങ്ങൾക്ക് ഇളനീര് വെട്ടിക്കൊടുത്തതുപോലും താനാളൂരിലുള്ള തീയന്മാരാണ്. അന്യമതസ്ഥരായ താനാളൂർ എന്ന് പറയുന്ന താനൂരിന്റെയും തിരൂരിന്റെയും ഇടയിലുള്ള സഹോദര മതസ്ഥരായ സുഹൃത്തുക്കളാണ് അവിടെ തെങ്ങിന്റെ കാർഷിക വൃത്തി പോലും നടത്തുന്നത് എന്ന തരത്തിൽ ഒരു നാട് വ്യത്യസ്തമായതും ഇസ്ലാമിക പ്രബോധനത്തിന്റെ ദൗത്യം സ്വീകരിച്ച് കേരളക്കരയിലേക്ക് ആ സുഹൃതത്തെ കൊണ്ടുവന്ന ഒരു മഹാനായ മനുഷ്യനെ കൊണ്ടാണ് ലോകത്തിന്റെ സംസ്കാരങ്ങളിൽ യൗവനം പാകിയ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മധ്യവയസ്
വയസ്കരുടെ മുമ്പിലേക്കും വൃദ്ധരായിരിക്കുന്ന പണ്ഡിതന്മാർ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് കടന്നുപോയ കാരണവന്മാരുടെ മുമ്പിലേക്ക് മഹല്ല് പ്രശ്നങ്ങൾ വെച്ചുകൊടുക്കുക, ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ദൗത്യം വെച്ചുകൊടുക്കുക. എന്നിട്ടോ നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ട് വിശ്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് കേരളത്തിൽ സുലഭമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല ഇസ്ലാമിക ദൗത്യം നമ്മളെ പഠിപ്പിച്ചത്. അവരുടെ ആശീർവാദത്തോടുകൂടെ പ്ലാറ്റ്ഫോമിനെ സജീവമാക്കേണ്ടത് യുവതയാണ്. ഈ കോൺട്രഡിക്ഷൻ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താ ഇതിനൊരു പരിഹാരമില്ലാത്തത്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. താരിഖ് ബിൻ സിയാദിന്റെ ഊർജ്ജസ്വലരായ പടക്കുട്ടികളാണ് ഇസ്ബാനിയ, സ്പെയിൻ എന്ന് പറയുന്ന തീരത്തേക്ക് കടപ്പുറത്തേക്ക് കപ്പലിറങ്ങിയത്. അവർ ന്യൂനപക്ഷം, അവരങ്കുലി പരിമിതർ. സ്പെയിനിന്റെ കടപ്പുറത്ത് കപ്പലിറങ്ങുന്ന എന്തിനാ? സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തെ വെട്ടിപ്പിടിക്കണം, യുദ്ധം ചെയ്യണം. ആ യുദ്ധത്തിൽ ജയിച്ചവർക്കാണ് രാജ്യത്തിന്റെ സ്വത്ത്, രാജ്യം. ഇവർ ന്യൂനപക്ഷങ്ങളായ വിരലുകൊണ്ട് എണ്ണിത്തീർക്കാൻ മാത്രം എണ്ണമുള്ള ഈ ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്യാൻ? അവിടെയാണ് മഹാനായ ത്വാരിഖ് ബിൻ സിയാദ് എന്ന് പറയുന്ന യുവാവായ യോദ്ധാവായ ഈ സൈന്യത്തിന്റെ ക്യാപ്റ്റൻ ഒരു പ്രഭാഷണം നടത്തുകയാണ്. നമ്മൾ അറേബ്യയിൽ നിന്ന് കടന്നു വന്ന പായ കപ്പലുകൾ മുഴുവൻ കത്തിച്ചു കളയണം എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു പോയി, അല്ല ത്വാരിഖ് ബിൻ സിയാദ് എന്ത് വിഡ്ഢിത്തമാണെന്ന് പറയുന്നത്? നമ്മുടെ കപ്പൽ കത്തിച്ചു കളഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു പോവുക എന്നവർ ചോദിക്കുകയാണ്. അതിന് ത്വാരിഖ് ബിൻ സിയാദ് പറഞ്ഞ മറുപടി, രാജ്യത്തേക്ക് തിരിച്ചു പോകാനാണ് എന്റെ കൂടെ ഇങ്ങോട്ട് വന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ കപ്പൽ കത്തിക്കുന്നതിന്റെ മുൻപ് തന്നെ ഇതെടുത്തിട്ട് നാട്ടിലേക്ക് സ്ഥലം വിടാം. അല്ല, ഈ രാജ്യത്തെ ജയിച്ചടക്കണം, ഇവിടെ ഇസ്ലാമിക സംസ്കാരങ്ങളെ കൊണ്ടുവരണം എന്ന് ധർമ്മസമരത്തിന് വേണ്ടിയാണ് നിങ്ങൾ കടന്നു വന്നതെങ്കിൽ നിങ്ങൾക്ക് എന്റെ കൂടെ കൂടാം. കപ്പൽ കത്തിക്കാൻ 3ഉം 4ഉം കപ്പലുകൾ അഗ്നിക്കിരയാക്കിയതിന്റെ ശേഷം ആ കപ്പലെങ്ങനെ ചാരമായി ഭസ്മമായി സ്പെയിനിന്റെ കടപ്പുറത്തെ തീരങ്ങളിലേക്ക് ഇങ്ങനെ ആഞ്ഞു വീശിയപ്പോ ത്വാരിഖ് ബിൻ സിയാദ് എന്ന് പറയുന്ന നേതാവ് അവിടെ ഒരു പ്രഭാഷണം നടത്താൻ, ഐനൽ മഫർ, ചോദ്യം അതാണ്, ഇനി നിങ്ങൾ എവിടേക്ക് ഓടിപ്പോകും? അൽ ബഹ്റു വറാഅക്കും, നിങ്ങളുടെ പിന്നാമ്പുറങ്ങളിലുള്ളത് ആർത്തലക്കുന്ന അലമാലകളുള്ള സാഗരമാണ്, കടലാണ്. വല്ലതുവാമാമക്കും, നിങ്ങളുടെ മുമ്പിലാണെങ്കിലോ സർവായുധ സജ്ജനായ ആയുധവിഭൂഷിതനായ ശത്രുവാൻ. വലൈസലക്കും, നിങ്ങൾക്ക് പോംവടിയില്ല. ഇല്ല സബാത്ത് വസ്സബ്ർ, ക്ഷമയല്ലാതെ സ്ഥിരതയല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു പോംവടിയില്ല. വഅൻതും ഫീ ഹാദിഹിൽ ജസീറത്തി അളിയഉ മിനൽ ലൈതാം, ഈ ഒറ്റപ്പെട്ട ഉപദ്വീപിൽ നിങ്ങൾ അനാഥരെ പോലെയാണ്. നിങ്ങൾക്ക് സനാഥത്വം എവിടെ നിന്നാണ്? ആ പ്രഭാഷണത്തിൽ നിന്നാണ് ഒരു രാജ്യം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. എന്തുകൊണ്ട്? അത് യുവാവിനെ കൊണ്ടാണ്. ത്വാരിഖ് ബിൻ സിയാദ് പടനയിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളായ തന്റെ സമൂഹത്തെയും കൊണ്ട് സ്പെയിനിലേക്ക് പടനയിക്കുകയാണ്. ആ രാജ്യം ഇസ്ലാമിന്റെ അധീനതയിലേക്ക് കടന്നു വരികയാണ്. അവിടെയാണ് മസ്ജിദുൽ ഖുർത്തുബ, കൊർഡോവ പള്ളി, ചരിത്രപ്രസിദ്ധമായ പള്ളിയാണ്. ആ പള്ളിയിൽ കിതാബോധി കൊടുക്കുന്ന മുദർരിസായ ഉസ്താദിന്റെ അടുക്കലേക്ക് വാന നിരീക്ഷണ ശാസ്ത്രം പോലും പഠിക്കാൻ പാശ്ചാത്യ നാടുകളിൽ നിന്ന് അന്യമതസ്ഥരായ വിദ്യാർത്ഥികൾ കടന്നു വന്നു എന്നതും പുളകം നൽകുന്ന ചരിത്രമാണ്. അവിടെയാണ് ഇസ്ലാമിന്റെ മ്യൂസിയങ്ങൾ, അവിടെയാണ് ഇസ്ലാമിന്റെ ലൈബ്രറി, അവിടെയാണ് ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ ഭൂമികയായി തീർന്നത്. ആ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ഇന്ന് എവിടെയാണ്? മുസ്ലിം ഉറങ്ങി. മുസ്ലിം സമുദായം ഉറങ്ങിപ്പോയപ്പോ അവർക്ക് അവരുടെ പ്രപിതാക്കൾ തറവാട് പോലെ കൊടുത്ത ആ രാജ്യത്തിന്റെ മടിത്തട്ടിൽ നിന്ന് മക്കയിൽ നിന്നോ മദീനയിൽ നിന്നോ രൂപപ്പെടാത്ത ഇസ്ലാമിന്റെ വിദ്യാഭ്യാസങ്ങൾ രൂപപ്പെട്ടു. ചരിത്രം പറയാൻ, മക്കയിൽ നിന്നോ മദീനയിൽ നിന്നോ രൂപപ്പെടാത്ത ഇസ്ലാമിന്റെ സംസ്കാരം, അവിടെയാണ് ഇസ്ലാമിന്റെ ചിന്താധാരകൾ ഉറവ് പൊട്ടിയത്.
അവിടെയാണ് മുതഅല്ലിമീങ്ങൾ വളർന്നു വന്നത്. അവിടെയാണ് ദർസ് സംവിധാനങ്ങൾ പച്ചപിടിച്ചു പോയത്. കേരളക്കരയുടെ പാരമ്പര്യം ശരിക്കും സ്പെയിനിന്റെയും മദീനയുടെയും പാരമ്പര്യമാണ്. ഇന്ന ഇബ്രാഹിം ഹറമ മക്ക, പരിശുദ്ധമായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയെ ഹറമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ വഇന്നി ഉഹർറിമു മാ ബൈന ലാബതൈഹാ, മദീനയുടെ രണ്ട് കുന്നുകൾക്കിടയിലുള്ള സ്ഥലത്ത് ഞാനിതാ ഹറമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് മദീനയുടെ പാരമ്പര്യം വരുന്നത്. ഈ അടുത്താണ് കേരളക്കര സന്ദർശിക്കാൻ ഇടയായ കേരളക്കരയിലെ പ്രസിദ്ധനായ ഒരു അറബി രാജ്യത്തെ പ്രസിദ്ധനായ വിദ്യാഭ്യാസ മന്ത്രി മുസ്തഫ സഹറി എന്ന് പറയുന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ കേരളക്കരയിലേക്ക് കടന്നു വന്നു. സൗദി അറേബ്യയുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം. കേരളക്കരയിലെ പള്ളി ദർസുകൾ, കേരളക്കരയിലെ യൂണിവേഴ്സിറ്റികൾ, കേരളക്കരയിലെ അറബി കോളേജുകൾ, കേരളക്കരയിലെ ഇസ്ലാമിക നവോത്ഥാന മുന്നേറ്റങ്ങൾ എല്ലാം പഠനം നടത്തി തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞുപോയി, എനിക്ക് പത്രസമ്മേളനം നടത്തണം. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞു. കാരണം ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ നാട് സന്ദർശിച്ച് തിരിച്ചു പോകാൻ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ കിട്ടണം. അത് നാളെ പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യണം. അദ്ദേഹം പറഞ്ഞുപോയി, ജിഅ്തുകും മിൻ മംബത്തിൽ വഹി, വഹി പൊട്ടിമുളച്ച സാക്ഷാൽ മരുപ്പറമ്പിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ നാട് എന്റെ ഇമാജിനേഷൻസിനെ പൊളിച്ചെടുത്തി. ഞാൻ കേരളത്തെപ്പറ്റി ഇത്ര അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ എന്റെ എക്സ്പെക്ടേഷൻ, എന്റെ പ്രതീക്ഷകളെ മുഴുവൻ തകിടം മറിച്ചു കേരളത്തിലെ ഇസ്ലാമിക സംസ്കൃതി. അദ്ദേഹം പറഞ്ഞു, ഇത്രയും ശാസ്ത്രീയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദർസ് സംവിധാനം ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. മദീനത്തെ പള്ളിയിൽ നിന്ന് ദർസുണ്ടോ? ഇസ്ലാമിലെ ആദ്യത്തെ പള്ളിക്കൂടം, പള്ളി ദർസും ചെലവുകൂടി സമ്പ്രദായം തുടങ്ങിയ രാജ്യവും മദീനയാണ്. മദീനത്തെ കുട്ടികൾ വരികയാണ്, ഇസ്ലാമിന്റെ മുതഅല്ലിമീങ്ങൾ, സുഫത്തിന്റെ അഹ്ലുകാർ. അവരെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി മദീനത്തെ പള്ളിക്കൊരു ചെരുവ് തന്നെ ഉണ്ടായിരുന്നു. ആ ചെരുവിൽ വന്നിട്ട് ഈ സുഫത്തിന്റെ അഹ്ലുകാരായ കുട്ടികൾ മുതഅല്ലിമീങ്ങൾ ദീന് പഠിക്കുമ്പോ അൻസാരികളായ ആളുകൾ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, നബിയെ, ഒരു ദിവസത്തെ ചെലവിന് നിങ്ങളുടെ ഒരു മുതഅല്ലിമിനെ എന്റെ വീട്ടിലേക്ക് വിട്ടുതരണം. സ്ഥിരമായി ഒരു നേരത്തെ ചെലവ് കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് മറ്റൊരാൾ. മദീന നിവാസികളാണ് മദീനയിലെ പള്ളി ദർസ് ഏറ്റെടുത്തത്. ചെലവ് കൊടുക്കൽ സമ്പ്രദായം എന്ന പേരുള്ള ചെലവ് കൂടി ആദ്യമായി തുടങ്ങിയത് മദീനയുടെ മണലാരണ്യത്തിലാണ്. ആ പള്ളിയുടെ അകത്തളങ്ങളിൽ ടെമ്പററി എഡ്യൂക്കേഷൻ അല്ലാതെ സ്ഥിരമായൊരു സമ്പ്രദായം ഇന്ന് കാണാൻ സാധ്യമല്ല. അറബ് രാഷ്ട്രത്തിൽ തന്നെ കാണാൻ സാധ്യമല്ല. കുട്ടികൾ നിന്ന് പഠിക്കുന്ന സമ്പ്രദായം അവിടെയില്ല. ആ മദീനയിൽ തുടക്കം കുറിക്കപ്പെട്ട സമ്പ്രദായം ഇന്നും ഒരളവ് പോലും തെറ്റാതെ കേരളക്കരയിൽ നടക്കുകയാണ്. അതിന്റെ പാരമ്പര്യത്തിന്റെ കണ്ണികൾ നമ്മുടെ ആലിമീങ്ങളും ഉമറാക്കളുമാണ്. ഉലമാക്കൾ ഒരു ഭാഗത്ത്, ഉമറാക്കളും ഒരു ഭാഗത്ത്. കേരളക്കരയിലെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പാരമ്പര്യം അതാണ്. എന്റെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളക്കരയെ ഭിന്നമാക്കിയ ഘടകം. ഉത്തരേന്ത്യയിലേക്ക് പോകണം നമ്മൾ, ബീഹാറിൽ പോകണം നമ്മൾ, മഹാരാഷ്ട്രയിൽ പോകണം നമ്മൾ. എന്തിനേറെ പറയണം, ഇന്നലെ വിനീതനായ ഞാൻ തമിഴ്നാട് സ്റ്റേറ്റിലാണ്. ആലോചിച്ചു പോകാൻ, കേരളത്തിന്റെ പാലക്കാട് നിന്ന് വാളയാറിന്റെ ചെക്ക് പോസ്റ്റ് കഴിയുമ്പോഴേക്ക്, ബോർഡർ കഴിയുമ്പോഴേക്ക് സംസ്കാരങ്ങളുടെ മാറ്റം എത്ര പെട്ടെന്നാണ്. നാടല്ല മാറിയത്, ഭാഷയല്ല മാറിയത്, സംസ്കാരമാണ്. ആരാണ് എന്റെ കേരളക്കരയിലുള്ള കുഞ്ഞുമോനെ, 10 വയസ്സുകാരാ, നീ ഒന്ന് വുളു എടുത്തിട്ട് നിസ്കരിക്കൂ എന്ന് ആര് വന്ന് നിന്നോട് പറഞ്ഞാലും ശരി, ഒരു അളവ് പോലും തെറ്റാതെ ഇസ്ലാമിക ശരീഅത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ കുഞ്ഞുമോൻ, മിടുക്കനായ കുഞ്ഞുമോൻ വുളു എടുക്കുകയാണ്. ഒരു ഹർഫ് പോലും തെറ്റാതെ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആരാധനാ കർമ്മമായ നിസ്കാര നിർവഹണം അവൻ മുറ പോലെ നിർവഹിക്കുകയാണ്. നമ്മൾ ഈ കുട്ടി ഇബാദത്ത് ചെയ്യുന്നത് കണ്ട് എത്ര വട്ടമാണ് ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ട് പോയത്. ഒന്ന് പോകണം അപ്പുറത്തെ സംസ്ഥാനങ്ങളിലേക്ക്. വലിയ തലപ്പാവുധാരികൾ, വലിയ താടിവച്ച മനുഷ്യന്മാർ, ഇസ്ലാമിന്റെ സകല വേഷവും ശരീരത്തിൽ പേറിയ
അഭ്യസ്ത വിദ്യർ എന്ന് തോന്നിപ്പിക്കുന്ന ഈ ആളുകളുടെ മുമ്പിൽ പോയിട്ടൊന്ന് ഫാത്തിഹ ഓതാൻ പറഞ്ഞാൽ ചൂളിപ്പോകുന്ന മനുഷ്യർ. എങ്ങനെ കിട്ടാനവർക്ക്? നമ്മൾ എത്ര ഇസ്സത്തിനാണ്, ആരെയാണ് നമുക്ക് ഈ ഹോണറബിൾ എക്സിസ്റ്റൻസ് തന്നത്? അഭിമാനകരമായൊരു നിലനിൽപ്പാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഈ പരിപാടി പോലും നടത്തുമ്പോൾ ഇതിന്റെ സംഘാടകർ ലക്ഷീകരിക്കുന്നത് ഇതിന്റെ മിച്ചം അള്ളാഹുവിന്റെ ആരാധനാലയത്തിനാണ്. എത്ര വലിയ ദൗത്യം! ഈ ദൗത്യ നിർവഹണത്തിന് ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ, ഇതിലേക്ക് ജനങ്ങളെ വിളിക്കാൻ, ഇതിന്റെ പബ്ലിസിറ്റി കൊടുക്കാൻ, ഇതിനുവേണ്ടി ഓടിപ്പാഴാൻ, കേരളക്കരയെപ്പോലെ ഊർജ്ജസ്വലമായിട്ട് ഇടപെടാൻ ലോക സംസ്കാരത്തിൽ തന്നെ ഒരു നാട്ടിനും സാധ്യമല്ല. നമ്മള് മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴാണ് എന്റെ ഈ നാടിനെ അള്ളാഹു വേറിട്ട് നിർത്തിയ ഘടകം എന്ന് അന്വേഷണം നടത്തേണ്ടത്. അറബ് രാഷ്ട്രത്ത് പോയിട്ട് മൗലിദെല്ലാം പറ്റുമോ നമുക്ക്? ഒരു സെക്യുലർ കൺട്രി. പക്ഷെ ഈ രാജ്യത്തിന്റെ സ്വഭാവം ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിന്റെ നിൽക്കേണ്ട പോസ്റ്റിൽ നിന്നിട്ട് തങ്ങൾ ഇവിടെ പറഞ്ഞുപോയി. അങ്ങനെ എത്ര പേർ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നെനിക്കറിയില്ല. കൂലങ്കഷമായ അന്വേഷണം നടത്തിയിട്ടാണ് തങ്ങൾ ഇത് പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, 4 ദിവസങ്ങൾക്ക് മുമ്പാണ് രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതിയായിരിക്കുന്ന പ്രണബ് കുമാർ മുഖർജി ഇത്രയും കാലം ചെയ്യാത്തൊരു അനീതി ചെയ്തത്. മഹാരാഷ്ട്രയിലെ ഫഡ്നാവിസിന്റെ മന്ത്രിസഭ, RSSന്റെ നേതൃത്വത്തിൽ ഭരണത്തിലേക്ക് കടന്നുവന്ന ഫഡ്നാവിസിന്റെ മന്ത്രിസഭ, ആ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഭൂരിഭാഗം അംഗങ്ങളും അന്ന് RSSന്റെ പ്രവർത്തകന്മാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 1996 അന്നത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മേശപ്പുറത്ത് ഒരു ബില്ല് വെച്ചത്. മാട്ടിറച്ചി നിരോധിക്കണം. മുംബൈ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ഉടനീളം ബീഫ് നിരോധിക്കണം, മമ്നുവാക്കണം. ഇത്രയും വർഷം കാത്തുനിന്ന രാജ്യങ്ങളിൽ ഗവൺമെന്റുകൾ മാറി വന്നിട്ട് രാഷ്ട്രപതിയുടെ അവസാനത്തൊരു നിഗ്നേർ കിട്ടിയാൽ അത് നിയമപരമായ അർത്ഥങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ്. ഇംപ്ലിമെന്റേഷൻ നടക്കുകയാണ് ഈ വിധിയുടെ. ആരാ ഇംപ്ലിമെന്റ് ചെയ്തത്? പ്രണബ് കുമാർ മുഖർജി. രാജ്യത്തിന്റെ രാഷ്ട്രപതി സൈൻ ചെയ്ത് കൊടുത്തപ്പോൾ മഹാരാഷ്ട്രയിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇനി ആ സംസ്ഥാനത്ത് നമ്മൾ ഇന്നും ഇന്നലെയും ഒക്കെ ബീഫ് കഴിച്ചോരാ. വെള്ളിയാഴ്ചയാണ് മഹാരാഷ്ട്രയിലെ പാവപ്പെട്ട മുസ്ലിം സഹോദരൻ ബീഫിന്റെ ഒരു കഷ്ണം കഴിച്ചാൽ, അത് തന്റെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചാൽ, കശാപ്പ് ചെയ്താൽ, മാട്ടിറച്ചി വിൽപ്പന നടത്തിയാൽ, അതിനെ വാങ്ങിയാൽ 5 വർഷം തടവ്. പിന്നെ എന്ത് സെക്യുലറിസാ രാജ്യത്തുള്ളത്? ഈ കോലത്തിൽ നമ്മുടെ നാട് പോകുകയാണെങ്കിൽ ഉളുഹിയത്തിന് എങ്ങനെ നമുക്ക് പോത്തിറക്കാൻ കഴിയും? വല്ലാത്ത ദാരുണമായ അവസ്ഥകൾ രാജ്യത്തുണ്ട്. ചിന്തിക്കണം നമ്മൾ. പക്ഷേ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഇടപെടുമെന്ന് ഇത്തരം ശക്തികളൊക്കെ ഒന്ന് തിരിച്ചറിയണം. ഇവർക്ക് അത് പേടിയുണ്ടല്ലോ. എങ്ങനെ ദീന് തകർക്കാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, പടച്ചോന്റെ ഔലിയാക്കന്മാർ എല്ലാവർക്കും പേടിയാ. ഇന്നലെ നാഗൂരിൽ പോയ സമയത്ത് പടച്ചോനെ അവിടെ കൂടുതലും കാണാൻ സാധിച്ചത് അന്യമതസ്ഥരെയാണ്. മൃഗങ്ങളെ അടക്കം ബലി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുക അവര്. 4 ദിവസം മുമ്പ് വിനീതനായ ഞാൻ കൊടക് ജില്ലയിലെ, കർണാടക സ്റ്റേറ്റിലെ കൊടക് ജില്ലയിലെ എരുമാട് എന്ന് പറയുന്ന പ്രസിദ്ധമായ മഖാമിലെ ഉറൂസിന് വേണ്ടി പ്രഭാഷണത്തിന് പോയി. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ കഥ അന്വേഷണം നടത്തിയപ്പോൾ അത്ഭുതപ്പെട്ടു. എത്ര ലൈവായി നിൽക്കുന്ന ഒരു മഖാമാണത്, എത്ര സജീവതയുള്ള മഖാം. അന്നേ ദിവസം 3 ലക്ഷം ആളുകൾക്കാണ് അവിടെ അന്നദാന നിർവഹണം നടന്നത്. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് 3 ലക്ഷം ആളുകളാണ് അന്നദാന നിർവഹണത്തിന് കടന്നു വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. മണിക്കൂറുകളെ കൊണ്ട് ശാസ്ത്രീയമായി അന്നദാന നിർവഹണം നടത്തപ്പെട്ടു. എന്നാൽ എരുമാടിൽ കിടക്കുന്ന മഹാനായ വലിയ ഹലർമൌത്തിൽ നിന്ന് റൗലയിൽ വന്ന് റൗല സിയാറത്ത് ചെയ്ത് കർണാടക സ്റ്റേറ്റിൽ കൊടക് ജില്ലയിലെ എരുമാട് പോയി കിടക്കുകയാണ്. ആ മഹാനായ മനുഷ്യൻ ആ വൃത്തത്തിന്റെ അകത്തുള്ള എല്ലാ ആളുകളെയും പരിവർത്തനം ചെയ്തു. അവർക്ക് തർബിയത്ത് കൊടുത്തു, അവരെ ഇസ്ലാമികമായി പരിവർത്തിപ്പിച്ചു, നല്ല സംസ്കാരത്തിന്റെ ഉടമകളാക്കി. അതിന്റെ ഇടയിലാണ് കുറച്ചാളുകൾ, ശത്രുക്കൾ വന്നിട്ട് ഒരു പെണ്ണിനെ വശീകരിച്ച് ആ പെണ്ണിന്റെ കയ്യിൽ നാടൻ തോക്ക് കൊടുത്തിട്ട് ഈ മഹാനായ വലിയനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്താൻ കൽപ്പിക്കുകയാണ്. വലിയ വലിയ പ്രോത്സാഹന സമ്മാനങ്ങൾ
വാഗ്ദാനമായി നൽകപ്പെട്ടതിന്റെ ശേഷം അതിൽ വശംവദയായി പോയ ആ പെണ്ണ് നാടൻ തോക്കുപയോഗിച്ച് മഹാനായ ഈ വലിയനെ കൊല ചെയ്യുകയാണ്. വെടിയേറ്റിട്ടവിടെ നിന്ന് കിടക്കുന്ന ആ മഹാനായ മനുഷ്യൻ കിടക്കുന്നതൊരു പാറപ്പുറത്താണ്. തലക്കങ്ങനെ മുട്ടുകൈ കുത്തിയിട്ടാണ് മഹാനായ മനുഷ്യൻ കിടക്കുന്നത്. ആ നേരത്തെ ഈ രംഗം കാണുന്ന ഒരു പശു തന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അകിട് ചുമത്തി പാലിനെ ചുരത്തി അതൊരുപാട് കുടിച്ചിട്ടാണ് ആ മഹാനായ മനുഷ്യൻ കലിമ ചൊല്ലി മരിച്ചു പോകുന്നത്, വഫാത്തായി പോകുന്നത്. എരുമാട്ടിലെ പ്രസിദ്ധമായ പാറപ്പുറത്ത് കാണാ മഹാനായ മനുഷ്യൻ കൈ കുത്തി നിന്നപ്പോൾ കൈമുട്ട് പതിഞ്ഞുപോയ സ്ഥലം ആ പശു വന്നിട്ട് കാല് മടക്കി അതിന്റെ കൊളമ്പ് പാറപ്പുറത്ത് പ്രതിഷ്ഠിച്ചതിന്റെ ശേഷം മുല കൊടുത്തപ്പോൾ ആ പശുവിന്റെ കാലിന്റെ അടയാളം പോലും അവിടെ ഇന്ന് വ്യക്തമാണ്. ആരായിരുന്നു ആ മനുഷ്യൻ? പിന്നെ ഈ മക്ബറയിൽ നിന്ന് ഈ മഹാനായ മനുഷ്യൻ വഫാത്തായ സ്ഥലത്ത് നിന്ന് ശത്രുവായ പെണ്ണിന് തേനീച്ചകളാണ് കുത്തി ഓടിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോ കേൾക്കാൻ സാധിച്ചത് കന്നഡ ഭാഷയിലും മലയാള ഭാഷയിലും പെണ്ണുങ്ങൾ ഈ മക്ബറയിലേക്ക് കയറരുതിട്ടോ, മക്ബറിന്റെ പരിസരത്തേക്ക് പോകരുതിട്ടോ എന്ന് ഭയങ്കര അനൗൺസ്. അപ്പൊ ഞാൻ വിചാരിച്ചു പെണ്ണുങ്ങൾക്ക് മൊത്തം ഈ നാട്ടിൽ മമ്നുവായിരിക്കും സിയാറ. പക്ഷേ ആ മക്ബറയല്ലാത്ത അതിന്റെ 50 മീറ്റർ ഇപ്പുറത്തുള്ള മക്ബറയിലൊക്കെ പെണ്ണുങ്ങൾ കയറുന്നു, സിയാറ ചെയ്യുന്നു. എന്തേ ഇങ്ങോട്ട് പെണ്ണുങ്ങൾക്ക് വരരുത് എന്ന് പ്രത്യേക അനൗൺസ് മുഴങ്ങാൻ കാരണം? അന്വേഷിച്ചപ്പോ ഈ പരിസരത്തുള്ള സ്ഥലത്തൊക്കെ തേനീച്ചക്കൂട്ടങ്ങളാണ് ഈ മരത്തിന്റെ മുകളിൽ മുഴുവൻ. ഈ സ്ത്രീയെ, മഹാനായ വലിയന്റെ കൊലയാളിയായ സ്ത്രീയെ ആട്ടിയത് ഈ തേനീച്ചക്കൂട്ടങ്ങളാണ്. അതുകൊണ്ട് ഇന്നും അവിടേക്കൊരു സ്ത്രീ വന്നാൽ തേനീച്ചക്കൂട്ടങ്ങൾ ഓടിപ്പായിപ്പിക്കുകയാണ്. പരിസരത്തെ മരങ്ങളിൽ മുഴുവൻ തേനീച്ചക്കൂടാൻ, അതിൽ മുഴുവൻ തേനീച്ചകളാണ്. ഇന്നും ഒരു പെണ്ണ മക്ബറയിലേക്ക് കയറിയാൽ തേനീച്ചക്കൂട്ടങ്ങൾ ആക്രമിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ മക്കാമിൽ അന്നദാന നിർവഹണത്തിന് വേണ്ടി മാംസം കൊടുക്കാൻ കാട്ടി എന്ന് ആ നാട്ടുകാർ വിളിക്കുന്ന നമ്മുടെ നാട്ടിലെ നാടൻ പോത്തിന്റെ 3 ഇരട്ടിയോളം വലിപ്പം വരുന്ന കാട്ടുപോത്തുകൾ ആണ്ടിന്റെ സമയമായാൽ മക്ബറയുടെ ചാരത്തുള്ള പാടത്ത് വന്നിട്ട് കടുത്തു നീട്ടി കിടക്കുകയാണ്. ആരാചാര്യമാര് വന്നിട്ട് ആ കാട്ടുപോത്തുകളെ കശാപ്പ് ചെയ്തിട്ട് ആ മാംസമാണ് അന്നദാന നിർവഹണത്തിനുള്ള അരിയുടെ കൂടെ വേവിക്കപ്പെടുന്നത്. ഈ വർഷവും അവിടെ വേവിച്ചത് കാട്ടുപോത്തിന്റെ മാംസമാണ്. പക്ഷേ ഇപ്പൊ ഈ അടുത്തായിട്ട് കാട്ടുപോത്തുകൾ വന്ന് കിടക്കുന്ന സ്ഥിതി മാറ്റി. അത് മാറ്റിയത് മനുഷ്യന്മാരായിരിക്കണം. ഇപ്പോ കാട്ടിന്റെ ഉൾഭാഗങ്ങളിൽ പോയിട്ട് മയക്കുവടി വെച്ചിട്ട് പോലീസിന്റെ സഹായത്തോടുകൂടെ മയക്കുവടി വെക്കുകയാണ്. പോലീസിന്റെ സഹായത്തോടുകൂടെ തന്നെ കാട്ടുപോത്തിനെ കൊണ്ടുവന്നിട്ട് പിന്നെ അറുത്ത് കശാപ്പ് ചെയ്ത് ആ മാംസമാണ് ഇന്നും അന്നദാനത്തിന് അരിയുടെ കൂടെ വേവിക്കപ്പെടുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ പ്രസിദ്ധനായ നടൻ സൽമാൻ ഖാൻ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിന്റെ പേരിൽ ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ആ വകുപ്പിന്റെ ചുരുളറിഞ്ഞിട്ടില്ല. FIR-ൽ നിന്ന് അദ്ദേഹം മുക്തനായിട്ടില്ല. എന്നാല് അതിലും വലിയ ജാമ്യം കിട്ടാത്ത വകുപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് പ്രശ്നമാകുന്നില്ല? എല്ലാ മതക്കാരും ഇതില് അംഗീകരിച്ചിരിക്കാൻ, എല്ലാ മതക്കാരും പറഞ്ഞിരിക്കാൻ, നിയമപാലകർ പോലീസുകാരടക്കം അവിടെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിരിക്കാൻ, ഈ നിയമത്തെ, ഈ നാടിന്റെ നിയമത്തെ പൊതുനിയമത്തിൽ നിന്ന് വ്യത്യസ്തമാക്കണം. ഇവിടെ ഒരു മഹാന് കിടക്കുന്നുണ്ട്. മൃഗങ്ങളുമായിട്ട് പോലും അനിഷേധ്യമായ ബന്ധം ആത്മീയമായി സ്ഥാപിക്കാൻ ഔലിയാക്കന്മാർക്ക് സാധ്യമായിരുന്നു എന്നതിന്റെ അർത്ഥം. ബക്കറ്റുമായി നമ്മുടെ സംഘാടക സുഹൃത്തുക്കള് നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. എല്ലാവരും കാര്യമായി സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക്, സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഇന്ന് കവർ വിതരണം നടക്കുന്നുണ്ട്. എല്ലാവരും കാലിയായ കവർ വാങ്ങി നാളെ വരുമ്പോ നല്ല സംഭാവനകളൊക്കെ അതിൽ നിക്ഷേപിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങൾ അതിന്റെ കൂടെ എഴുതി ചേർത്ത് ആ ലിസ്റ്റും ഈ കവറിൽ ഉൾപ്പെടുത്തി നിങ്ങൾ തിരിച്ച് സംഘാടകർക്ക് നാളെ ഏൽപ്പിക്കണം. സംഭാവന സഹിതം. അള്ളാഹു നിങ്ങളിൽ നിന്നൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും കാര്യമായി സംഭാവന കൊടുക്കണം. ഇന്നത്തെ സദസ്സിൽ കളക്ഷൻ ഒന്നും നടത്തുന്നില്ല.
ഒരു പിരിവ് എന്ന ശൈലിയിലേക്ക് ഈ സദസ്സിനെ കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ബക്കറ്റ് പിരിവ് ഉഷാറാക്കി കൊടുക്കുക. കാരണം നമ്മുടെ പള്ളി പെയിന്റ് അടിക്കാനും മറ്റ് പള്ളിയുടെ ഉന്നമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇതിന്റെ മിച്ചം ബാലൻസ് മുഴുവൻ ഉപയോഗിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ ബൈത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ വീടിന് വേണ്ടിയാണ്, മൗഖൂഫായ പള്ളിക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ നിയത്ത് ചെയ്യണം. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നമ്മൾ അതിന്റെ കൂടെ തന്നെ കരുതണം. അള്ളാഹു നമ്മളുടെ സംഭാവനയുടെ പുണ്യം കൊണ്ട് നമുക്ക് വിധിക്കപ്പെട്ട എല്ലാ അദാബുകളെയും ആഫാത്ത് മുസീബത്തുകളെയും അള്ളാഹു തട്ടിക്കളയുമാറാകട്ടെ. റദ്ദുൽ ബലായ, എല്ലാ ബലാഇനെയും തട്ടിക്കളയുന്ന ഒരു ഏറ്റവും വലിയ ഒരു ആയുധമാണ് സദഖ. പിന്നെ ദുആ. സദഖ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാസ്റ്റ് നിർവഹിക്കാൻ പോകുന്നത് ദുആ ആണ്. എല്ലാവരും പങ്കാളിത്തം വഹിക്കണം. നല്ല കനപ്പെട്ട പങ്കാളിത്തം തന്നെ എല്ലാവരും ഏറ്റെടുക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ കുടുംബ മിത്രം കൂടിയായ സമാദരൻ പറഞ്ഞപ്പോ നമ്മുടെ യുവാക്കള് കാര്യമായിട്ട് ഇൻവോൾവ് ആകുന്ന പ്രോഗ്രാമാണ് എന്നൊക്കെ അറിയാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാരുടെ പങ്കാളിത്തം ഈ പരിപാടിയെ ഏകദേശം യുവാക്കൾ എന്ന വിഷയം തന്നെയാണ് എന്നതുകൊണ്ട് യുവത്വം തന്നെ ഈ സദസ്സിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്ക് ആഫിയത്തുള്ള ദീർഘായുസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ചെറുപ്പക്കാര് ഇന്നത്തെ മേഖലയിൽ വളരെ സജീവമായ ഇസ്ലാമിക ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതുകൂടി പറയാതെ നിർവാഹമില്ല. കാരണം ഓൺലൈൻ മേഖലയിലൊക്കെ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ തന്നെ ഇസ്ലാമികമായ ക്ലിപ്പുകളുടെ ഡൗൺലോഡിങ്ങും അപ്ലോഡിങ്ങും വളരെ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യുഗത്തിലാണ്. ഈ അപ്ഡേഷന്റെ ഒരു കാലമാണ് ഇന്ന്. അവര് ഖുർആനെ നോക്കിയിട്ട് ഇസ്ലാമിന്, പിന്നെ മൊബൈൽ നോക്കിയിട്ട് ഇസ്ലാമിനെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തിനേറെ പറയണം, ജോലിയെല്ലാം കഴിഞ്ഞു രാത്രി വിശ്രമ സമയത്ത് വീട്ടിൽ പോയി വെറുതെ ഇരിക്കുമ്പം മൊബൈലിൽ നെറ്റ് ഓൺ ചെയ്ത് നമ്മുടെ ചെറുപ്പക്കാര് പല ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും പ്രഭാഷണങ്ങളെ ഫോർവേഡ് ചെയ്യാനും ഇസ്ലാമികമായ സന്ദേശങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെയുള്ള വലിയ വലിയ ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് പ്രതീക്ഷ നൽകുന്നൊരു ഘടകമാണ്. ആ രീതിയിൽ തന്നെ നമ്മുടെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ഇസ്ലാമിന്റെ ദായികളാണ്, ഇസ്ലാമിന്റെ പ്രബോധകന്മാരാണ്. എന്താ നമുക്ക് ഏറ്റെടുക്കാനുള്ള ഇസ്ലാമിക പ്രബോധനം? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിഹാസതുല്യമായി മതത്തിന്റെ പരിവർത്തനാത്മകമായ പ്രബോധനം നിർവഹിക്കാൻ പറ്റുന്നത് ഈ കാലഘട്ടത്താണ്. പഴയ കാലഘട്ടത്തിൽ അത് പണ്ഡിതന്മാര് നിർവഹിച്ചു. ഇന്നൊരു മതപണ്ഡിതൻ നിർവഹിക്കുന്നതിനേക്കാൾ വലിയ റോൾ, ഇൻഫ്ലുവൻസ്, സ്വാധീനം മതമേഖലയിൽ ചെറുപ്പക്കാർക്ക് നിർവഹിക്കാൻ സാധ്യമാകുന്ന കവാടങ്ങളാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. ഉദൂഹു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ മാർഗത്തിലേക്ക് സതുപദേശങ്ങളിലൂടെ, തന്ത്രപരതയിലൂടെ ജനങ്ങളെ പ്രബോധനം ചെയ്യുക. ഏതാണ് ആ തന്ത്രപരത? ഏതാണ് ആ യുക്തിപരത? ഏതാണ് ആ ഹിക്മ? കാലത്തിന് അനുയോജ്യമായ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുമ്പോഴാണ് ബിൽ ഹിക്മ. അതിന് മീഡിയകൾ ആവശ്യമായി വരും, ചിന്താധാരകൾ ആവശ്യമായി വരും. ഇനി ഇസ്ലാമിനെ തർക്ക വിഷയമാക്കി നടക്കുകയാണ് ലോകത്തെ പലരും. നിങ്ങൾ ആലോചിക്കണം, ഇസ്ലാമിക് സ്റ്റേറ്റ് ആരാ? ഇവര് IAS ചാരന്മാരാരാ? ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ആളുകളായിട്ട് ഇന്ന് മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇംഗ്ലണ്ടുകാരന്റെ തലയെറുത്തു കൊല്ലുന്ന രംഗം, മനുഷ്യന്റെ കയ്യും കാലും ബന്ധിച്ച് ജീവനോടെ മനുഷ്യനെ കശാപ്പ് ചെയ്ത് തുണ്ടം തുണ്ടമായി ഓരോ അവയവങ്ങളെ ഛേദിച്ച് കൊലപ്പെടുത്തുന്ന, ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുന്ന രംഗങ്ങളെ ഇന്ന് മാധ്യമങ്ങളിൽ, മീഡിയകളിൽ അവർ വീഡിയോ ക്ലിപ്പുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജിഹാദി ജോൺ അടക്കമുള്ള ഇംഗ്ലണ്ടുകാരനായ ഈ മനുഷ്യനടക്കമുള്ള ആളുകൾ ഇസ്ലാമിക പേരിലാണ് ഇന്നറിയപ്പെടുന്നത്. എന്നാൽ അവരുടെ ബേസ് ഏതാണ്? ശരിക്ക് സയണിസമാണത്. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. സയണിസ്റ്റ് ശക്തികളാണ് ഇവര്. ഇസ്ലാമിന്റെ പേരായിരിക്കും ഇവർ ആദ്യം മുന്നിൽ വെക്കുക. കഅബ പിടിച്ചടക്കാൻ വരെ ഇവർ ശ്രമം നടത്തി. 2 ഹറമുകളെ പിടിച്ചടക്കാൻ ഇവർ ശ്രമം നടത്തി. ഈ സയണിസ്റ്റ് ശക്തികള് മക്കയും മദീനയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തി. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരാളെ ലൈവായിട്ട് എങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോ ഇവർ പ്രദർശിപ്പിക്കുന്ന പതാക ബ്ലാക്ക് ഷീലയുടെ മുകളിൽ
വെള്ള പെയിന്റ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി പിടിപ്പിച്ച പതാകയാണ്. നമ്മുടെ മതം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഒരാൾ വാള് പൊക്കിയാൽ അത് ഇസ്ലാമിന്റെ ഭീകരത എന്ന അർത്ഥം വരുന്ന തരത്തിലേക്ക് മതം പോയി. എന്തിനേറെ പറയണം, കൊടി സുനിയും കൂട്ടരും TP ചന്ദ്രശേഖരനെ കൊല്ലാൻ വേണ്ടി ഇന്നോവ കാർ വാടകക്കെടുത്ത സമയത്ത് ആദ്യം അവർ ചെയ്ത പണി, ഈ വാടകക്കെടുത്ത കാറിനെ നാളെ TPയെ കൊല്ലുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ആ കാറിന്റെ ബാക്ക് ഗ്ലാസിന്റെ മുകളിൽ മാഷാ അല്ലാഹ് എന്ന് എഴുതി പിടിപ്പിച്ചു. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് മാഷാ അല്ലാഹ്? ആ വാക്ക് പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. എത്ര മനോഹരമാണ് ആ വാക്ക്! അള്ളാഹുവിന്റെ ഐശ്വര്യം, അള്ളാഹു ഉദ്ദേശിക്കുന്നതേ ഇവിടെ ഉണ്ടാകൂ. സത്യത്തിൽ യഥാർത്ഥ ദൈവവിശ്വാസിയാണ് ഞങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഭീകരതയ്ക്ക് എതിരാകുന്ന ഒരു വാക്കാണ് മാഷാ അല്ലാഹ്. നമ്മുടെ നാട്ടിൽ ഇന്ന് സഹോദര മതസ്ഥരായ പല ആളുകളും മാഷാ അല്ലാഹ് ഒരു ഭീകരമായ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തിരുത്താൻ എന്റെ മുസ്ലിമേ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കഴിഞ്ഞോ? ചോദിക്കേണ്ട വിഷയമാണ്. പിന്നെ ആരാധനകളുടെ വിഷയത്തിൽ ഇൻവോൾവ് ആകുന്ന വിഷയമാണ്. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ഇബാദത്താണ്, നമ്മുടെ ജീവിതം മുഴുവൻ ഇബാദത്താണ്. പക്ഷേ അതിനെ ഇബാദത്താണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധ്യമാകുന്നില്ല? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇബാദത്താണല്ലോ. നമ്മുടെ ഉറക്കം ഇബാദത്താണ്. മുസ്ലിമായ സഹോദരൻ ഉണരുന്നതും ഉറങ്ങുന്നതും ഇബാദത്താണ്. പക്ഷെ അള്ളാഹുലേക്ക് എങ്ങനെയാണ് അതിനെ സമർപ്പണം നടത്തുന്നത്? അതാണ് ഇവിടെ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ വിഷയം. പടച്ചറബിലേക്ക് നമ്മൾ ഇതിനെ എങ്ങനെയാണ് സമർപ്പിക്കുന്നത്? അള്ളാഹുവേ എല്ലാം രക്ഷ, വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് രക്ഷ, വഇലൈക യർജിഉസ്സലാം, നിന്നിലേക്കാണ് സമാധാനത്തിന്റെ മടക്കം തമ്പുരാനെ. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, അതുകൊണ്ട് ഞങ്ങളെ സമാധാനത്തിലൂടെ ജീവിപ്പിക്കണേ നാഥ. വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം, നിന്റെ കാരുണ്യം കൊണ്ട് സമാധാനത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം നൽകണേ തമ്പുരാനെ. എല്ലാം അല്ലാഹുവിനോട് കൊടുത്തു നമ്മൾ, എല്ലാം പടച്ചറബിലേക്ക് കൊടുത്തു നമ്മൾ. ഓർത്തു പോകണം, ഇവിടെയാണ് മനുഷ്യന്റെ ജീവിതം അല്ലാഹുവിന്റെ കയ്യിലാണ്. ഇദാ മാത ഇൻസാനു ഫഖംസുൽ ലിഖംസതി വലഹ്മുൽ ലിദീദാനി വഅളമുൽ ലിതുർബതി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ 5 കാര്യങ്ങൾ വേറെ 5 ആളുകൾക്ക് ഉടമപ്പെട്ടു പോകുന്നതാണ്. ഒന്നാമത്തത് വലഹ്മുൽ ലിദീദാനി, അവന്റെ ശരീരത്തിലെ മാംസളമായ മാംസഭാഗങ്ങളെല്ലാം അവന്റെ ഖബറിലെ പുഴുക്കളുടെ ഭക്ഷണമായി തീരുകയാണ്. മയ്യിത്താകുന്നതിന്റെ മുമ്പ് അത് നമ്മുടെ ഉടമസ്ഥതയിലുള്ളതാണ്. നമ്മുടെ ശരീരത്തിന്റെ സ്കിന്ന് അത് നമ്മുടെ ഉടമസ്ഥതയിലാണ്. ഈ സ്കിന്നിനെ ചെയ്യാതെ സൂക്ഷിക്കുന്നത് നമ്മളല്ല, ആത്മാവാണ്. പിന്നെ മരിച്ചു, ഗൾഫിൽ നിന്ന് ആള് വരാണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ശീതീകരണ സംവിധാനമുള്ള യന്ത്രം കൊണ്ടുവരണം, ഫ്രീസർ. അതിൽ വെക്കേണ്ട ഗതികേടാൻ. കോഴിയെ വെക്കും പോലെ, മറ്റു മൃഗങ്ങളെ വെക്കും പോലെ മനുഷ്യ ശരീരത്തെ വെക്കാതെ പോയാൽ ആ ഇത്രയും വർഷക്കാലം നീ തേച്ചു മിനുക്കിക്കൊണ്ട് നടന്ന നിന്റെ ശരീരത്തിന്റെ മാംസള ഭാഗങ്ങളിൽ നിന്ന് ദുർഗന്ധം പ്രവഹിക്കുകയാണ്. നമ്മളാക്കിയത് നമ്മളല്ല, നമ്മുടെ ആത്മാവാണ്. എവിടെയാണ് ആത്മാവുള്ളത്? യസ്അലൂനക അനിർ റൂഹ്, പരിശുദ്ധ നബിയെ അങ്ങയുടെ ആളുകൾ വന്നിട്ട് അങ്ങയോട് ചോദിക്കുന്നതാണ്, എന്താണ് നബിയെ ആത്മാവ്? വാട്ട് ഈസ് ദി സോൾ? എവിടെയാണ് സോള്? സോൾ എന്താണ്? ഖുൽ, അങ്ങ് പറയുക, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. എല്ലാ കാര്യങ്ങളും നബിയെ അങ്ങക്ക് പറഞ്ഞെടുത്തോളൂ. പക്ഷേ ആത്മാവിനെ പറ്റി, റൂഹിനെ പറ്റി അങ്ങയുടെ ആളുകൾ അങ്ങയോട് ചോദിച്ചാൽ ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അങ്ങ് പറയുക അതെന്റെ റബ്ബിന്റെ കാര്യമാണ്, അതെന്റെ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. എന്താണ് ആ വാക്ക്? തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പോലും കുഴങ്ങിപ്പോയ വാക്കാണത്. അള്ളാഹുവിന്റെ കലാമല്ലേ അത്? അർറൂഹു മിൻ അംരി റബ്ബി. ഇന്നും ആ കാണുന്ന ചന്ദ്രനിലേക്ക് നീൽ ആംസ്ട്രോങ്ങിനെ പറഞ്ഞയച്ച ശാസ്ത്രം, ചൊവ്വയിലേക്ക് ആളെ വിട്ട ശാസ്ത്രം, സാറ്റേൺ സോണിക് സോയൂസ് പേടകങ്ങൾ അയച്ച ശാസ്ത്രം, 1000
2000 ആളുകളെ വഹിച്ചിട്ട് പോകാൻ മാത്രം ശക്തിയുള്ള സൂപ്പർസോണിക് വിമാനങ്ങളെ, ജെറ്റ് വിമാനങ്ങളെ പടച്ച ശാസ്ത്രം. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, എന്താണ് ആത്മാവ് എന്ന് പഠനം നടത്തിയപ്പോ കിട്ടിയത്, അതിന്റെ പിന്നിൽ ഏതോ ഒരു ശക്തിയുണ്ട്, അത് ആ ശക്തിക്ക് വിട്ടുകൊടുത്തേക്ക്. നമ്മളത് ചർച്ച ചെയ്യണ്ട. നമ്മളൊന്ന് ചിന്തിക്കണം, ഈ ആത്മാവ് എപ്പോ പോകും, എപ്പോ വരും? നിങ്ങൾ കേട്ടില്ലേ, 2 ദിവസം മുമ്പാണ് കൊണ്ടോട്ടിയിലെ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മുഹമ്മദ് അസദ് എന്ന പേരുള്ള 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ മിനിയാണ് തലേ രാത്രി വന്നിട്ട് നേരത്തെ കിടന്നതാണ്. എന്നും 10 മണിക്ക് അസദ് കിടക്കാറുണ്ട്. പക്ഷേ അന്ന് രാത്രി അസദ് കിടന്നത് ക്ഷീണം കൊണ്ട് 8 മണിക്ക് തന്നെ കിടന്നു. വാതിൽ കതകിട്ടടച്ച് കിടന്നതാണ്. എന്നും വല്യമ്മ വന്ന് വിളിക്കാറുണ്ട് രാവിലെ. അന്നും പതിവ് പോലെ വിളിച്ചു. പ്രഭാതത്തിൽ പിറ്റേ ദിവസം എണീറ്റ് കണ്ടില്ല. അവസാനം തുറന്നിട്ട് ജനാലയിലൂടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കട്ടിലിൽ നിന്ന് താഴേക്ക് കമിഴ്ന്നു വീണ് കിടക്കുന്ന ആ കുഞ്ഞു സഹോദരന്റെ ഭൗതിക ശരീരമാണ്. ഡോക്ടർമാരെ കൊണ്ടുവന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ചിട്ട് തുറന്ന് ആ ശരീരത്തിന്റെ ചെക്കപ്പ് നടത്തുമ്പോൾ ഡോക്ടർ പറഞ്ഞു 3 മണിക്കെങ്കിലും മരിച്ചു പോയിട്ടുണ്ടാകും. വൈദ്യശാസ്ത്രം കൈപിടിച്ചിട്ട് പറയുന്ന മറുപടി സൈലന്റ് അറ്റാക്ക്. ഇത് ഉറക്കത്തിൽ സംഭവിച്ചു പോയതാണ്. കഴിഞ്ഞയാഴ്ച പോലും ബോഡി ചെക്കപ്പ് നടത്തിയ സഹോദരൻ, ഒരു പ്രശ്നവും കാണാത്ത സഹോദരൻ, ഇന്ന് ആ സഹോദരൻ ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ ആ സഹോദരന്റെ നിശ്ചയമാണ് 6 മാസം മുമ്പ് നിക്കാഹ് കഴിഞ്ഞ സഹോദരന്റെ ഭാര്യയെ എന്ന് കൂട്ടിക്കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്നത് ഇന്നേ ദിവസമായിരുന്നു. പക്ഷേ മിനിയാന്ന് ആ സഹോദരൻ പോയി കടന്നു. നമ്മുടെ 27 വയസ്സുകാരൻ ചെമ്മാട് ദാറുൽ ഹുദയിൽ എന്റെ ജൂനിയറായി അല്പകാലം പഠിച്ച് പഠനം പൂർത്തീകരിക്കാതെ പിന്നെ നാട്ടിലേക്ക് പോയ സഹോദരൻ, കൊണ്ടോട്ടിക്കാരുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ മുഹമ്മദ് അസദ്. അല്ലാഹുവേ, ഇപ്പോഴും അൺബിലീവബിൾ. എങ്ങനെ വിശ്വസിക്കും തമ്പുരാനെ ആ സഹോദരൻ നടന്നുപോയ മാർഗം? നമ്മുടെ കുഞ്ഞുമക്കൾ ഉറങ്ങാൻ പോകുമ്പോ ആ മക്കളെ പഠിപ്പിക്കുന്നത് നമ്മളാണ്. മോനെ മോളെ പേരുകൊണ്ട് വളർത്തു ജമ്പി, എന്റെ ശരീരത്തെ ഞാനിതാ ബെഡിലേക്ക് സമർപ്പണം നടത്തിയിരിക്കുകയാണ്. പിന്നെ ഒരു വാക്കുണ്ട്, വബിക അർഫഉ, നീ തൗഫീഖ് തന്നാലേ ഇന്ന് ഞാൻ വെച്ച എന്റെ ശരീരത്തെ നാളെ നേരം വെളുത്താൽ എനിക്ക് തന്നെ പൊക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്റെ പേര് മയ്യിത്താൻ, ഇല്ലെങ്കിൽ എന്റെ റൂമിൽ ആള് കൂടുകയാണ്, ഇല്ലെങ്കിൽ എന്നെ കൊണ്ടുപോവുകയാണ്, എന്റെ പേര് മയ്യിത്താൻ. അല്ലാഹുമ്മ ഇന്നം സത്ത നഫ്സി, അല്ലാഹുവേ, ഞാൻ പോയി കിടക്കുന്ന കിടക്കയിൽ വെച്ചിട്ട് എന്റെ ശരീരത്തെ നീ പിടിച്ചു കൊണ്ടുപോയാൽ ഫർഹംഹാ, അതിന് റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ. വഇൻ അർസൽതഹാ, അതിനെ പിടികൂടാതെ അടുത്ത പ്രഭാതത്തിലേക്ക് കൂടി നീ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഫഹ്ഫൽഹാ, അതിനെ സംരക്ഷിക്കണേ തമ്പുരാനെ. ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ നല്ല അടിമകളുടെ ആത്മാവിനെ നീ സംരക്ഷിച്ച പോലെ എല്ലാം അവനിലേക്ക് കൊടുക്കുകയാണ്. എന്താ നമ്മുടെ കയ്യിലുള്ളത്? ഞാനും നിങ്ങളും വാങ്ങിയ മൊബൈൽ ഫോണിന് 2 കൊല്ലത്തെ ഗ്യാരണ്ടി. നമുക്കോ മില്ലി സെക്കൻഡ് ഗ്യാരണ്ടി പറയാൻ എന്ത് അവകാശം? എപ്പോഴും ചിന്തിക്കണം, പഠിച്ചോനെ ഞാൻ എവിടുന്ന് വന്നു? എന്നിട്ട് നമ്മൾ പറയും 27-കാരനായ അസദ് മരിച്ചപ്പോ പത്രങ്ങൾ പോലും പറഞ്ഞു അകാല ചരമം. എന്ത് അകാല ചരമം? ഭാഷാപരമായിട്ട് തന്നെ അത് തെറ്റാൻ. ആ സഹോദരന്റെ അജല് എത്തിക്കഴിഞ്ഞാൽ അത് കാലമാണ്, അകാലമല്ല. അകാല ചരമം എന്നങ്ങനെ പറയും. അവന് ജീവിക്കാൻ അള്ളാഹു വിധിച്ച കാലം അത്രയേ ഉള്ളൂ. പിന്നെ എങ്ങനെ അകാലം? കാലത്തിൽ സംഭവിക്കേണ്ടാത്ത മരണം എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, അവന്റെ കാലം അതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു പണ്ഡിതൻ പറഞ്ഞുപോയി, ഓരോ മഹലിലെയും പള്ളിക്കാടിന് ഓരോ ദാഹമാണ്. ഇത്ര വലിയ പാഠം. ചില 6 അടി മണ്ണ് പറയാണ്, എന്റെ ശരീരത്തിലേക്ക് 30-കാരൻ വരട്ടെ എന്നാലേ എന്റെ വിശപ്പ് തീരൂ. ചില ഖബർ പറയാണ്, ഞാൻ 40-കാരിയെ കൊണ്ടേ തൃപ്തിപ്പെടൂ. ഇത് ലോകത്തിന്റെ പ്രതിഭാസമാണ്. യസ്അലൂനക അനിർ റൂഹ്,
ഈ രക്തപിണ്ഡത്തിലേക്ക് ആ രക്തപിണ്ഡം പിന്നെ മനുഷ്യന്റെ കോലമായി ഭ്രൂണമായി മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യരൂപമായി ആ മനുഷ്യരൂപത്തിലേക്ക് 4-ാം മാസം സന്നിവേശിപ്പിക്കപ്പെട്ട ആത്മാവ് യസ്അലൂനക് നബിയെ അങ്ങയോടവർ ചോദിക്കുന്നതാണ് അനിർറൂഹി അവരുടെ ശരീരത്തിൽ കാണാൻ കഴിയാത്ത പ്രതിഭാസമായിരിക്കുന്ന ആത്മാവുണ്ട്. എന്താണ് നബിയെ ആത്മാവ് എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് പറയുക ഖുലിർറൂഹു മിൻ അംരി റബ്ബി ഇതെന്റെ റബ്ബിന്റെ അടുക്കലുള്ള കാര്യമാണ്. അതിന്റെ അർത്ഥം അള്ളാന്റെ റസൂല് പോലും സഹാബികളോട് മറുപടി പറയാൻ റൂഹിനെ പറ്റിയാണോ ചോദ്യം, മറുപടി തരാൻ ഞാൻ അശക്തനാണ്. വലഹ്മുല്ലിദീദാനിൻ നമ്മുടെ ശരീരത്തിലുള്ള മാംസങ്ങളെല്ലാം ഖബറിലെ പുഴുവിനാൻ. വഅളമുല്ലിതുർബത്തി എല്ലുകളെല്ലാം ഖബറിലെ മണ്ണിനാൻ. മൂന്നാമത്തെ അവന്റെ ഒരു മുതലിനെ മൂന്നാമത്തെ മറ്റൊരവകാശി കൊണ്ടുപോവുകയാണ്. വമാലുല്ലിവുറാഫിൻ ഇത്രയും കാലം അവനുണ്ടാക്കിയ ധനം അവന്റെ സമ്പത്ത് അതെല്ലാം അനന്തരാവകാശികൾ കൊണ്ടുപോവുകയാണ്. നാലാമതായിട്ട് ഒരു സാധനത്തെ നാലാമത്തെ അവകാശി കൊണ്ടുപോയി. റൂഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ ഖാബിദുൽ വർവാഹ് ആ മാലാക കൊണ്ടുപോയി അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി അഞ്ചാമതായ ഒരു സാധനമുണ്ട്, അത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കിട്ടും, ഇല്ലേ അതും മറ്റുള്ള അവകാശികൾ കൊണ്ടുപോകും. ഇതാണ് ചിന്തോദ്ദീപകമായ വചനം. വഅമലുൻ സഹോദര സഹോദരി അത് നിന്റെ അമലാണ്. അതാർക്കാണ്? ലിമദ്ലൂമിൻ നമ്മളെ കൊണ്ട് ആക്രമിക്കപ്പെട്ട ആളുകൾ, നമ്മുടെ നാവ് കൊണ്ട് അക്രമമേറ്റ ആളുകൾ, നമ്മുടെ കൈ കൊണ്ട് അക്രമമേറ്റ ആളുകൾക്കുള്ളതാണ് നമ്മുടെ അമല്. വളരെ കാത്തു സൂക്ഷിക്കണം. ഈ മാസമാണ് മഹാനായ റിഫായി ശൈഖ് തങ്ങൾ വിട പറഞ്ഞത്. റിഫായി ശൈഖ് വലിയായിരുന്നു, മഹാനായ വലിയ. പക്ഷേ സംസ്കാരശൂന്യരായ ചില ആളുകൾ ഈ മഹാനായ മനുഷ്യനെ ചിലപ്പോൾ ഇബ്നുൽ കൽബ് എന്ന് പോലും വിളിക്കാറുണ്ട്. ഇബ്ന് എന്ന് പറഞ്ഞാൽ മോന്, കൽബ് എന്ന് പറഞ്ഞാൽ നായ. എങ്ങനെ ഉണ്ടാകും? ഇബ്നുൽ കൽബ് ഒരു മഹാനായ മനുഷ്യനെ ഈ ഒന്നും തിരിയാത്ത ജാഹിലീങ്ങൾ വന്ന് വിളിക്കും. ഇത് വിളിക്കുന്ന ആളുകൾക്ക് റിഫായി ശൈഖ് തങ്ങൾ കൊടുക്കും എന്തെങ്കിലും പ്രസന്റേഷൻ കൊടുക്കുന്ന. അപ്പൊ മുരീദുമാര് ചോദിച്ചു, ഒരു ദിവസം അങ്ങയെ തെറി വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ അങ്ങ് സമ്മാനം എടുത്തു കൊടുക്കുകയാണല്ലോ, ഇത് വല്ലാത്തൊരു പ്രോത്സാഹനജനകമായ പരിപാടിയാണല്ലോ. അപ്പൊ റിഫായി ശൈഖ് തെറി വിളിച്ചവന്റെ അമലിനെ മുഴുവൻ തെറി വിളിക്കപ്പെട്ടവൻ അള്ളാഹു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അവന്റെ ഹസനാത്തിന് അവൻ എനിക്ക് ദാനമായി തന്നിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലമാണ് ഞാൻ ഈ കൊടുത്ത പണക്കിഴി. തെറി വിളിച്ചവന് ഞാൻ കൊടുത്ത ഉപകാരം അതാണ് നാളെ പരലോകത്ത് പടച്ച റബ്ബിന്റെ കോടതിയിൽ പോയി എന്ന് സംശയാലുക്കളായ ശിഷ്യന്മാരോട് റിഫായി ശൈഖ് മറുപടി പറയുകയാണ്. ആ റിഫായി ത്വരീഖത്തിന്റെ മഹാനായ നേതാവ്, മഹാനായ മൗല, കണ്യാല മൗല, മഹാനായ ശൈഖിന്റെ മുരീദ്, സൂഫിവര്യനായ മൂരിയാട് ഉസ്താദാണ് നാളെ ഈ സദസ്സിലേക്ക് വരുന്നത്. എത്ര ചൈതന്യദായകം ആ സാന്നിധ്യം. അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു നിങ്ങൾക്കറിയുമോ ആരാണ് മുഫ്ലിസ്? ധനമുണ്ടായി പിന്നെ ധനമെല്ലാം സമ്പത്തെല്ലാം പൊളിഞ്ഞു 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 പോയി പാപ്പരായ മനുഷ്യൻ ആരാണ്? സഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ നബിയെ, മുക്കാല് കയ്യിലില്ലാത്ത മനുഷ്യനല്ലയോ, ദീനാറും ദിർഹമും കയ്യിലില്ലാത്ത മനുഷ്യനല്ലയോ നബിയെ മുഫ്ലിസ്? പരിശുദ്ധ നബി മറുപടി പറയുകയാണ്, നിങ്ങൾക്ക് തെറ്റിപ്പോയി സഹാബ. ദീനാറും ദിർഹമും കയ്യിലില്ലാത്ത മനുഷ്യനല്ല ദരിദ്രനാരായണനായ മനുഷ്യൻ. പിന്നെ ആരാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത്? ഒരാള് മറ്റൊരാളെ നാട്ടിൽ നിന്ന് പച്ചക്ക് തെറി വിളിച്ചു. അപ്പൊ ഈ തെറി വിളിക്കപ്പെട്ടവൻ ക്ഷമിച്ചു. എല്ലാരും ഇടയിൽ ആ തെറി വിളിച്ചത് ഇവന് അതിലേറെ ഡോസിൽ കൊടുത്താലേ ഇവന്റെ എനർജി കിട്ടുള്ളൂ എന്നുള്ള തിരുത്തൽ
ധാരണ തിരുത്തിയിട്ട് ഇവൻ പറഞ്ഞു, സഹോദര നീ എന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തി, ശരിയാണ്, പക്ഷേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നില്ല, ഞാൻ FIR രേഖപ്പെടുത്തുന്നില്ല, ഇതിന് വിരമാണ് റബ്ബിന്റെ നീതിദായകമായ കോടതിയിലേക്ക് ഈ കേസിനെ ഞാൻ നീട്ടിവച്ചിരിക്കുകയാണ്. അന്ന് പരാതിക്കാരനായ ഞാൻ വരും. ആ ഒരൊറ്റ വാക്കാണ് ഈ പാവപ്പെട്ട തെറികേട്ട മനുഷ്യൻ പറയുകയാണ്. ഖിയാമത്തിനാണ് വരികയാണ്, ഹിസാബ് വരികയാണ്. എല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് ഈ തെറിവിളിച്ച മനുഷ്യന്റെ കയ്യിൽ ഹജ്ജുണ്ട്, സകാത്തുണ്ട്, നോമ്പുണ്ട്, സദഖയുണ്ട്, എല്ലാ നന്മകളുമായി ഈ തെറിവിളിച്ച മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോവാൻ സ്വർഗത്തിന്റെ കവാടം വളർക്കെ തുറക്കപ്പെട്ട് സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലൂടെ ഇവൻ ഓടുമ്പോൾ അന്ന് തെറികേട്ട മനുഷ്യന് തെറി കേട്ടു എന്നല്ലാതെ മറ്റൊരു നന്മയും അവന്റെ ഹൃദയത്തിലോ ശരീരത്തിലോ ഇല്ല. ഇവൻ നോമ്പ് നോറ്റിട്ടില്ല, ഇവൻ ഹജ്ജ് ചെയ്തിട്ടില്ല, ഇവൻ നമസ്കാര നിർവഹണം പോലും നിർവഹിക്കപ്പെട്ടിട്ടില്ല. ഇവന്റെ കയ്യിലുള്ളതാകെ പരാതിയാണ്. പരാതിയുമായിട്ട് റബ്ബിന്റെ കോടതിയിൽ ഇവൻ വരികയാണ്. അല്ലാഹുവിനോട് പറയും, പടച്ചോനെ അവനെ സ്വർഗത്തിലേക്ക് വിടാൻ പോവട്ടെ, എനിക്ക് പരാതിയുണ്ട്. പടച്ചറബ് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ പരാതി? ഇവിടെ നിന്ന് അന്ന് ദുനിയാവിൽ നിന്ന് തെറി പറഞ്ഞ സംഭവം അവൻ വിവരിക്കുന്നു. അല്ലാഹു മലക്കിനെ വിളിച്ചിട്ട് പറയും, ഇവന്റെ നന്മ മുഴുവൻ പരാതിക്കാരന് കൊടുക്കുക, പരാതിക്കാരന്റെ തിന്മ മുഴുവൻ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുമ്പെട്ട ഇവന് കൊടുക്ക്, ഇവനെ തെറി പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും മീസാൻ ഇവരുടെ ഹസനാത്ത് പോയി തുലനം ചെയ്യണം. മാലാക വന്നിട്ട് പറയും, പടച്ചോനെ എന്തൊരത്ഭുതം, സ്വർഗത്തിലേക്ക് പോകേണ്ട മനുഷ്യന്റെ തിന്മയുടെ തട്ടിന് കനം കൂടി, നരകത്തിലേക്ക് പോകേണ്ട പരാതി മാത്രം കൈമുതലായ മനുഷ്യന്റെ നന്മയുടെ തട്ടിന് കനം കൂടി. തമ്പുരാനെ, അവിടെ വെച്ച് സ്വർഗത്തിലേക്ക് പോകേണ്ട മനുഷ്യനോട് അല്ലാഹു പറയുകയാണ്, സഹോദര ക്ഷമിക്കണം, ഒരു പരാതി കാരണം നിന്റെ ഹസനത്തുകൾ ഇവന് കൊടുത്തു, അവന്റെ സയ്യിആത്തുകൾ നിനക്ക് തന്നു, ഇനി നിനക്ക് നരകത്തിലേക്ക് പോകാം. പരാതിക്കാരാ, നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം. ഹജ്ജുണ്ടായിരിക്കെ, സകാത്തുണ്ടായിരിക്കെ, നിസ്കാരമുണ്ടായിരിക്കെ, നാവിനെയും കൈയിനെയും സൂക്ഷിക്കാത്തതിന്റെ പേരിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള കവാടം മുന്നിൽ കാണെ നരകത്തിലേക്ക് പോകേണ്ട ഗതികേട് വന്ന മനുഷ്യനാണ് മുഫ്ലിസ്. യാ സഹാബി, ദീനാറില്ലാത്തവനല്ല, ദൃഹമില്ലാത്തവനല്ല, ഇവനാണ് ദരിദ്രനാരായണൻ സഹാബ എന്ന് പറഞ്ഞപ്പോ ആ സദസ് മൂകതയിലേക്ക് കടന്നുപോയി. ഈ വാല് കേട്ടിട്ട് ചില ഭാര്യന്മാര് വന്നിട്ട് റസൂലുള്ളാഹിനോട് പരാതിപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ ഈ വാല് മദീനത്തെ പള്ളിയിൽ പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും എന്റെ ഭർത്താവ് എന്നോട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചില പെണ്ണുങ്ങൾ പരാതിപ്പെട്ടുപോയി. അവസാനം ഈ സഹാബിമാരെ മുഴുവൻ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യന്മാരോട് മണിയറയിൽ നീതി പുലർത്തുന്നില്ല എന്ന പരാതി കിട്ടിയിട്ടുണ്ട്, എന്ത് പറ്റി നിങ്ങൾക്ക്? അവര് പറഞ്ഞു, നബിയേ, പോയി, ആ വാക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ തറച്ചുപോയി നബിയേ, ആ വിൻതിവാണ് ഞങ്ങൾക്ക് ഭാര്യന്മാരുമായി ഇടപഴകാൻ പോലും സാധിക്കാത്തത് നബിയേ. ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ ചിന്ത, ഈ കാര്യമാണ് ഇപ്പൊ ഞങ്ങളുടെ ചിന്ത എന്ന് ആ സഹാബത്ത് പരിശുദ്ധ റസൂലിനോട് മറുപടി പറയുകയാണ്. മനുഷ്യ ഹൃദയത്തിലെ കൽബിനൊരു സ്വഭാവമുണ്ട്. കൽബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. വെള്ളത്തിൽ ബോളിട്ട പോലെയാണ്. കലബ എന്ന് പറഞ്ഞാൽ മാറി മറിയും. എന്താണ് ഈ കൽബ്? ഒരാൾ തന്റെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടിക്കഴിഞ്ഞാൽ ആ മുഷ്ടിയോളം വലിപ്പമുള്ള ചെറിയൊരു സാധനം, അതിൽ അസ്ഥിയില്ല, അത് മാംസളം. ആ മാംസമാണെങ്കിലോ വേവിക്കാതെ തന്നെ ചവക്കാൻ പാകത്തിലുള്ള മാംസം, അതാണ് ഹൃദയം. വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുകയിൽ അത് സുധയേക്കാൾ സ്വാദ്യമാകും സംശുദ്ധി പൂണുകയിൽ. വലിയ അത്ഭുതമാണ് നമ്മുടെ ശരീരം. ഇതിന്റെ അകത്തൊരു ഹൃദയം, രണ്ട് കണ്ണുകൾ, ചുണ്ടുകൾ. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. എന്തൊക്കെ അത്ഭുതങ്ങളാണ് പടച്ചോനെ. അതാണ് ആരാണ് സ്വന്തം ശരീരത്തെ പഠിച്ചത്, ഫഖദ് അറഫ റബ്ബഹ്, അവനാണ് ദൈവത്തെ, അല്ലാഹുവിനെ, ഈശ്വരനെ. മറ്റു മതക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരനെ അറിഞ്ഞതവരാണ്.
സംസ്കൃതത്തിന്റെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, അന്യമതസ്ഥർ പോലും ഭയപ്പെടുന്നത് അവനാണ്. ത്വമേകം വരണ്യം ത്വമേകം ശരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം. ദൈവമേ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ വരിക്കുന്നത്, നിന്നോട് മാത്രമാണ് ശരണം തേടുന്നത്. പിന്നെ പറഞ്ഞു, ത്വമേകം ജഗത്കാരണം. ഈശ്വര, നീ തന്നെയാണ് ലോകത്തിന്റെ കാരണം. വിശ്വരൂപം, ലോകത്ത് മുഴുവൻ നീയാണ്. ഇത് ഹൈന്ദവ മഹാവേദത്തിന്റെ സംസ്കൃത ശ്ലോകം പഠിപ്പിക്കുമ്പോ ആ മതം പോലും കണ്ടെത്തുന്ന ഇല്ല. ഞങ്ങൾ ചമ്മ പഠിക്കുമ്പോ ഒരു ഹൈന്ദവ മുത്തശ്ശിണ്ടായിരുന്നു അപ്പുറത്ത്. പറയും, നിങ്ങളുടെ തമ്പ്രാനാരാ? അപ്പൊ പറയും, മമ്പർത്തമ്പ്രാൻ. മമ്പർത്ത തങ്ങളിപ്പാപ്പാനെ തമ്പ്രാൻ എന്നാ വിളിക്കുക. മമ്പർത്ത തമ്പ്രാന്റെ തമ്പ്രാനാരാന്ന് ചോദിച്ചാലാ അമ്മൂമ്മ പറയും, വല്യമ്പ്രാൻ. ആരാണ് ഈ വല്യമ്പ്രാൻ? ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചുപോയ ബിംബാരാധകയായ മുത്തശ്ശി പോലും പറഞ്ഞുപോയി, മമ്പ്രത്തെ തമ്പ്രാന്റെ തമ്പ്രാന് വല്യമ്പ്രാനാൻ. ത്വമേകം ജഗത്കാരണം വിശ്വരൂപം. എല്ലാം അടങ്ങുന്നത് അവിടേക്കാണ്. മൻ അറഫ നഫ്സ. ആരാണ് സ്വന്തം ശരീരത്തിന്റെ അനാട്ടമി പഠിച്ചത്? അവൻ അള്ളാഹുവിനെ പഠിച്ചു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ, അതിലുള്ള പ്രോട്ടീൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് അള്ളാഹു. അതിന്റെ അന്നജത്തെ വേർതിരിച്ചു, അതിന്റെ നാരുകളെ വേർതിരിച്ചു, കൊടുക്കേണ്ടതിന് ശരീരത്തിന്റെ മസിൽസിലേക്ക് കൊടുത്തു. എന്നിട്ട് സയൻസ് ഇങ്ങനെ പറയാ, ഒരു കോഴിമുട്ട കഴിച്ചാൽ ഇത്ര കലോറിൻ നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും, ഒരു വെള്ളപ്പം കഴിച്ചാൽ ഇത്ര കലോറിൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഡൈജഷൻ ഫംഗ്ഷൻ എങ്ങനെയാണ് അള്ളാഹു സുതാര്യമാക്കിയത്. അവിടെയാണ് അള്ളാഹുവിനെ പഠിക്കേണ്ടത്. പഠിച്ചോനെ, ചിന്തിച്ചിട്ടും കിട്ടുന്നില്ല പിടുത്തം. ഒരു സഹോദരൻ പറയാൻ, പിതാവിന് അസുഖം മൂർജിച്ചു, അവസാനം മൂത്രം ബ്ലോക്കായി, യൂറിനിന്റെ ഫംഗ്ഷൻ നിന്നുപോയി, മൂത്രനാളം ബ്ലോക്കായി പോയി, അവസാനം വയറ് വീർത്ത് നാഭി വീർത്തിട്ട് പിതാവ് കരയുകയാൻ, വേദന കൊണ്ട് കരയുകയാൻ. ഡോക്ടർമാരെ സമീപിച്ച അവസാനം ആഴ്ചകളോളം മൂത്രമൊഴിക്കാൻ സാധിക്കാതെ വിഷമിച്ച ഈ പിതാവിനെ ഓപ്പറേഷൻ നിർവഹിച്ച് ബ്ലോക്ക് നീക്കിക്കൊടുത്തപ്പോൾ ഈ പിതാവ് അതിലേറെ പൊട്ടി കരഞ്ഞുപോയി. ആശുപത്രി കിടക്കയിൽ ഓപ്പറേഷൻ നിർവഹിച്ച് മൂത്രം നീങ്ങിയപ്പോ നിങ്ങൾക്ക് സുഖമല്ല ലഭിച്ചതുപ്പ, എന്തിനാണ് ഇപ്പൊ നിങ്ങൾ അതിലേറെ ശക്തിയോടെ കരഞ്ഞത് എന്ന് ശുശ്രൂഷിക്കുന്ന മക്കൾ ചോദിക്കുമ്പോ ആ പിതാവ് പറയുകയാൻ, ഈ പുരുഷായുസിൽ പടച്ച റബ്ബ് എനിക്ക് തന്ന നന്ദി എത്രയാണ്, ഞാൻ അവനെ സ്തുതിച്ചില്ലല്ലോ. അവൻ എന്റെ ഹൃദയത്തിൽ എന്റെ നാഭിനാളത്തെ, എന്റെ മൂത്രത്തെ ഒന്ന് ബ്ലോക്ക് ചെയ്തപ്പോ ഞാൻ എത്ര സഹിക്കേണ്ടി വന്നു. എന്നാൽ ആ ഫംഗ്ഷൻ എന്റെ ഒരു റിസ്കുമില്ലാതെ എത്ര കാലം എന്റെ റബ്ബ് എനിക്ക് തന്നു, ഞാൻ അവന് ശുക്ർ ചെയ്തോ എന്നീ മഹാനായ മനുഷ്യൻ ആശുപത്രി കിടക്കയിൽ ചോദിച്ചു. മറ്റൊരു ഉദ്യോഗസ്ഥനായ പുത്രൻ പറഞ്ഞുപോയത് ഞാൻ ഇപ്പോഴും ഓർക്കാൻ. എന്റെ സമാദരണീയനായ സ്നേഹിതൻ സിൻസാറുൽ ഹഖ് ഹുദവിയോട് ഈ സഹോദരൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ മാതാവിന് ശ്വാസോച്ഛ്വാസങ്ങൾക്ക് ബ്ലോക്ക് വന്നു, ശ്വസിക്കാൻ വയ്യ. ആശുപത്രിയിൽ കൊണ്ടുപോയി ICUവിൽ അഡ്മിറ്റ് ചെയ്തു. അവസാനം ശ്വസന പ്രക്രിയക്ക് വേണ്ടി ഓക്സിജൻ സംവിധാനമുള്ള യന്ത്രങ്ങൾ കൊണ്ടുവന്നു. ഒരാഴ്ച ആ മാതാവിന് ശ്വാസോച്ഛ്വാസം കൊടുത്ത ഓക്സിജൻ യന്ത്രത്തിൽ നിന്ന് എത്ര ലിറ്റർ ശ്വാസമാണോ പുറത്തു വന്നത് അതിനനുസരിച്ചുള്ള ബില്ലാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോ കിട്ടിയത്. ശ്വാസത്തിന്, വായുവിന് വില. സഹോദരാ, ഇത് ബ്ലോക്ക് വന്നപ്പോഴാണ്, ശ്വാസം നിന്നപ്പോഴാണ് ഓക്സിജന്റെ വില നമ്മൾ അറിഞ്ഞത്. ഒരു റിസ്കുമില്ലാതെ, ഒരു വാടകയും റെന്റും കൊടുക്കാതെ 80,000 ലിറ്റർ ശ്വാസമാണ് ഒരു ദിവസം നമ്മൾ ജീവിതത്തിന് വേണ്ടി അകത്താക്കുന്നത്. അള്ളാഹു തന്ന നിയമത്തിനെ വിസ്മരിക്കുമ്പോഴാണ് ഇവിടെ പരീക്ഷണങ്ങൾ കൂടുന്നത്. കിഡ്നി രോഗം നമ്മൾ പഠിക്കണം. മലപ്പുറം ജില്ലയിൽ മണ്ഡലത്തിൽ ഒരു വർഷം 300 ആളുകൾക്ക് പുതിയതായി കിഡ്നി രോഗം ഡയഗ്നോസ് ചെയ്യപ്പെടുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എവിടെയാണ് ഇനി അഭയം? എന്നാൽ ഈ 2 കിഡ്നിക്കും യാതൊരു പ്രോബ്ലവും സംഭവിക്കാത്ത കാലത്ത് എന്താണ് ഈ 2 യന്ത്രങ്ങൾ എന്റെ ശരീരത്തിൽ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് എത്ര പേര് ചിന്തിച്ചു? കിഡ്നി വീക്കായ ഒരു സഹോദരൻ പറഞ്ഞു, പടച്ചോനെ, ഇത്രയും വലിയൊരു യന്ത്രമാണോ എന്റെ റബ്ബ് എന്റെ വയറിൽ വെച്ചിരുന്നത്, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആ സഹോദരൻ പറയാൻ, ഡയാലിസിസ് ചെയ്യാൻ തന്നെ ഒരു റൂമിനോളം വലിപ്പമുള്ള ഡയാലിസിസ് മെഷീൻ, നൈഫ്രോളജി വിദഗ്ധനായ ഒരു ഡോക്ടർ
2 തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാർ, ഡയാലിസിസിന് ആവശ്യമായ മെഡിസിൻ, അതിന് 3 മണിക്കൂറോളം രോഗി അവിടെ കിടന്നു കൊടുക്കാം. ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യണം. ഒരു ഓപ്പറേഷൻ നടത്തി രോഗിയുടെ ശരീരത്തിൽ കൈയിന്റെ ഭാഗത്ത് ഒരു റൊട്ടേഷൻ സംവിധാനമുള്ള ഒരു മെഷീൻ ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഈ രോഗിയുടെ ശരീരത്തിലുള്ള ബ്ലഡ് മുഴുവൻ യന്ത്രത്തിന് കൊടുത്ത് യന്ത്രം അതിനെ ശുദ്ധീകരിച്ച് വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് സർക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോഴേക്കും മണിക്കൂർ 3. ഈ ഒരു റിസ്കുമില്ലാതെ നമ്മൾ കഴിച്ച ഭക്ഷണത്തെ മുഴുവൻ, അലിഞ്ഞു ചേർന്ന രക്തത്തെ മുഴുവൻ, മൂത്രത്തെ മൂത്രമായും ബ്ലഡിനെ ബ്ലഡായിട്ടും വേർതിരിച്ച് നമ്മുടെ കണ്ണുറങ്ങിയാലും കൽബുറങ്ങിയാലും ഉറങ്ങാതെ പ്രവർത്തിക്കുന്ന അരിപ്പ സംവിധാനമുള്ള ഈ യന്ത്രത്തെപ്പറ്റി എത്ര പേര് പടച്ച റബ്ബിനോട് നന്ദി പറഞ്ഞു? അവിടെയാണ് ആലോചിക്കേണ്ടത്, അല്ലാഹുവേ, എന്റെ ശരീരമാണ് നീയാകുന്ന വസ്തുവിനെ പഠിക്കാൻ, അസ്തിത്വത്തെ പഠിക്കാനുള്ള കാരണം എന്റെ ശരീരമാണ്. ചിന്തിക്കണം. നമ്മൾ വലിയ ഗൗരവമുള്ള വിഷയമാണ്. മനുഷ്യന് നൽകപ്പെട്ടത് ബ്ലോക്കായി കഴിയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക. ഇപ്പൊ വളാഞ്ചേരി തർബിയത്തുൽ ഇസ്ലാം മർക്കസിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് ആഴ്ചയിൽ ലീവ് കൊടുക്കുകയാണ്. കമ്പൾസറി ലീവ് പോലെയാണ് ഇപ്പൊ കൊടുക്കുന്നത്. വെള്ളമില്ല. 1 മാസം മുമ്പ് വെള്ളം കിട്ടാതായി. കഴിഞ്ഞ വേനൽ ഉഷ്ണം ശക്തമായിട്ട് പോലും വെള്ളത്തിന് അത്ര ദാരിദ്ര്യം അവിടെ അനുഭവപ്പെട്ടിട്ടില്ല. എന്നാലോ വേനലിന്റെ കവാടം കേരളത്തിൽ തുറക്കുന്നേ ഉള്ളൂ. വെള്ളം കഴിഞ്ഞു അവിടെ. ഇന്ന് അവിടുത്തെ കുട്ടികൾ നാട്ടിലാണ്. വെള്ളിയാഴ്ച ഹോളിഡേ ആണ്, ഒഴിവ് ദിവസമാണ്, നാട്ടിലാണ്. ഈ 2 ആഴ്ച മാത്രം 85,000 രൂപ പുറത്തുനിന്ന് വെള്ളം സപ്ലൈ ചെയ്യാൻ ചെലവ് വന്നു. ഈ കൊല്ലത്തെ കഥയെ ഞാൻ പറയുന്നത്. ഭൂമിയിലേക്ക് തീഗോളം പതിച്ചു. 4 സെന്റ് ഭൂമിയാണ് എറണാകുളം ജില്ലയിൽ കരിക്കപ്പെട്ടത്. കണ്ണൂരിൽ പതിച്ചു. മലപ്പുറം ജില്ലയുടെ ഏതോ ഒരു ഭാഗത്ത് ഉൾക്കയുടെ അവശിഷ്ടം കണ്ടു. എന്ത് ഇത്രയും കാലം നമ്മൾ കാണാത്ത കേൾക്കാത്ത വാർത്ത കേൾക്കേണ്ടി വന്നു? ഇത്രയും കാലം കടല് മനുഷ്യന് അനുഗ്രഹമായിരുന്നു. 2004 മുതൽ കടലിന്റെ സ്വഭാവം മാറി, തിരമാലകളുടെ മുഖച്ഛായ മാറി. ഇത് ഭൂമിശാസ്ത്ര വിദഗ്ധന്മാര് പറയാൻ. എന്നിട്ട് ആ കടല് ഒരു തെങ്ങിന് 1.5 തെങ്ങിന്റെ ഉയരത്തിലാണ് ഇന്തോനേഷ്യയിൽ സുനാമി തിരമാലകളെ കൊണ്ടുവന്നത്. 1.5 ലക്ഷം ആളുകളാണ് ഇന്തോനേഷ്യയിൽ മാത്രം മരിച്ചത് അന്നത്തെ ഒറ്റ വൈകുന്നേരം. ഞാനൊരു ഹദീസ് അങ്ങനെ ആലോചിച്ചു. ലൈസ മിൻ ലൈലത്തിൻ, അനാചാരം മരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ നടുത്തളത്തിൽ ലൈസ മിൻ ലൈലത്തിൻ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുപോയി, ഒരൊറ്റ രാത്രിയും ഇവിടെ കഴിഞ്ഞു പോകുന്നില്ല. ഇല്ലാ വൽ ബഹറു യസ്റുഫു ഫീഹാ, എല്ലാവരും പോയിട്ട് കടന്നുറങ്ങുമ്പോൾ കടല് അതിന്റെ ഉപരിതലത്തിൽ നിന്ന് തിരമാലകളെ ഒന്നുകൂടി ഉയർത്തിയിട്ട് പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, അനുവാദം ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? ഭൂമിയുടെയും എത്രയോ ഇരട്ടി വ്യാപ്തിയുള്ള കടൽ ചോദിക്കുകയാണ്. ആദം സന്തതികളിൽ തെറ്റ് ചെയ്ത ആളുകളുടെ അടുക്കലേക്ക് ഞാൻ എന്റെ തിരമാലകളുടെ നാവ് നീട്ടി കൊണ്ടുപോയവരെ നശിപ്പിക്കട്ടെയോ തമ്പുരാനെ. എത്ര വട്ടമാണ് കടലിത് ചോദിക്കുന്നത്? ഒരു രാത്രി ഫലാസമറാത്ത്, ഒരു രാത്രി മാത്രം 3 വട്ടമാണ് കടലിന്റെ തിരമാലകൾ അള്ളാഹുവിനോട് ഈ സമ്മതം ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ഇതിന്റെ ബാക്കി പറയുകയാണ്. അള്ളാഹു ആ കടലിനോട് പറയുകയാണ്, അടങ്ങണേ കടലേ, ബിമന്നിഹി വകറമിഹി. അള്ളാഹു എങ്ങനെയാണിത് പറഞ്ഞത്? അവന്റെ മഞ്ഞ് കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്, അവന്റെ അനുഗ്രഹം കൊണ്ടാണ്, അവന്റെ വാത്സല്യം കൊണ്ടാണ് ഇത് പറഞ്ഞത്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കാൻ. നിങ്ങൾ ഭൂമിയിൽ നിന്ന് കോഴിക്കോട് കടപ്പുറത്ത് കടൽ കാണാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് ദൂരത്തുനിന്ന് നടന്നു വരുമ്പോ ദൂരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലും തോണിയും ബോട്ടും ഒക്കെ നമ്മുടെ എത്രയോ മുകളിലൂടെ സഞ്ചരിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യും. ആക്ച്വലി റിയലി അതങ്ങനെയാണ്. ലക്ഷദ്വീപിലേക്ക് വ്യോമയാന യാത്ര നടത്തിയിട്ട് നമ്മൾ പര്യടനം നടത്തുമ്പോൾ മനസ്സിലാകും. വിഹക വീക്ഷണം നടത്തുമ്പോൾ ഹെലികോപ്റ്ററിലോ ഫ്ലൈറ്റിലോ ലക്ഷദ്വീപിൽ ലാൻഡ് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാകും. ലക്ഷദ്വീപ് എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള കര വൃത്തം കടല് മുഴുവൻ മുകളിലായിരിക്കും. ആ കര താഴെ, കടല് മുകളിൽ. എന്തോ ഒരു ബ്രേക്ക് കൊടുത്തിട്ടേ ഉള്ളൂ അള്ളാഹു കടലിന്.
അതുകൊണ്ട് ആ കടൽ ചോദിക്കുന്നത്, ഞാൻ ഈ കടിഞ്ഞാണിനെ പൊട്ടിക്കട്ടെയോ തമ്പുരാനെ? ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. ഭൂമിയേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലാണ് വെള്ളം നിൽക്കുന്നത്. എന്നിട്ടും ആ വെള്ളം ഇങ്ങോട്ടതിന്റെ ഫോഴ്സ് വെച്ചിട്ട് ഒലിച്ചു വരാതെ നിൽക്കുന്നത് അല്ലാഹു അതിനെ തടഞ്ഞു നിർത്തി ബിമന്നിഹി വകറമിഹി. നമ്മള് അഴിമുഖത്ത് നിർമ്മിക്കുന്ന ലോഡ് കണക്കിന് കൊട്ടുന്ന ക്ഷോഭ സമയത്ത് പാലപ്പെട്ടിയിലും പൊന്നാനിയിലും താനൂരും ഒട്ടുംപുറത്തും ബേപ്പൂരും കടല് തിരമാലകൾ അടിച്ചു വീശി ക്ഷോഭം കൊണ്ട് വീടുകൾ തകരുമ്പോ ഭീമാകാരമായ പാറക്കല്ലുകളെ കൊണ്ട് തടയണ കെട്ടാറുണ്ട്. അല്ലാഹു ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്ന കടലിന് തടയണ കെട്ടിയത് ബിമന്നിഹി വകറമിഹി. അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ എന്ന് പോകും ഈ അവസ്ഥയൊക്കെ? എന്ന് മാറും ഈ കോലൊക്കെ? ചിന്തിക്കണം. നമ്മൾ ഇതൊക്കെ പാഠങ്ങളാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം വേണം. എത്ര കണ്ണുകളാണ് അള്ളാഹു അടിമക്ക് നൽകിയത്? ആലിമീങ്ങൾ പറഞ്ഞു 4 കണ്ണുകളാണ്. 2 കണ്ണല്ല അള്ളാഹു നമുക്ക് നൽകിയത്, 4 കണ്ണുകളാണ്. ഉലമാക്കൾ പഠിപ്പിച്ചുപോയി, 2 കണ്ണുകൾ അവന്റെ തലക്ക് പുറത്താണ്, 2 കണ്ണുകൾ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. തലക്ക് പുറത്തുള്ള 2 കണ്ണുകളെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ തലക്ക് പുറത്തുള്ള ഈ കണ്ണുകൾക്കുള്ള ഫംഗ്ഷൻ എന്താണ്? ഇവിടെ നമ്മളെ ബന്ധുമിത്രാദികളെ കാണാം, ഇവിടെ എഴുതാം, ഇവിടെ വായിക്കാം, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം, ഒക്കെ ശരിയാണ്. എന്നാൽ അത് കണ്ണൂക്കോടുകൂടെ കഴിയുന്നതാണ്. മയ്യത്തിനെ ഖബറിൽ വെച്ചാൽ കണ്ണൂക്ക് എന്നാണ് 3ാമത്തെ ദിവസത്തിന്റെ പേര് തന്നെയാ. എന്തതിന്റെ അർത്ഥം? ഈ കണ്ണിന് അത്ര ഗ്യാരണ്ടി ഉള്ളുന്ന. ഐനാനി ഫീ ഖൽബിഹി, 4 കണ്ണുകളിൽ മനുഷ്യന് നൽകപ്പെട്ട 2 കണ്ണ്. എക്സ്റ്റേണൽ 2 കണ്ണിന്റെ പുറമെ ഇന്റേണലായ 2 കണ്ണുണ്ട്. അത് ഖൽബിന്റെ ഉള്ളിലുള്ള കണ്ണാണ്. ആ കണ്ണ് കൊണ്ട് ലോകത്തെ കാണാനാണ് ആലിമീങ്ങൾ ശ്രമം നടത്തിയത്. ആ കണ്ണിന് തിമിരം ബാധിച്ചാൽ പിന്നെ ഈമാനെ കാണാൻ കഴിയൂല. ആരിഫീങ്ങളായ ആലിമീങ്ങൾ അവരുടെ കൽബിന്റെ ഉള്ളിലായിരുന്നു കണ്ണ്. ആ കണ്ണുപയോഗിച്ചിട്ടാണ് മമ്പുറന്തങ്ങള് കടലിന്റെ ഉള്ളിൽ അകപ്പെട്ടുപോയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തെങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ചൂട്ടുകെട്ടാൻ പറഞ്ഞത്. ആ കണ്ണുപയോഗിച്ചിട്ടായിരുന്നു തൃപ്പനച്ചി ഉസ്താദ് കറാമത്ത് കാട്ടിയത്. ആ കണ്ണുപയോഗിച്ചിട്ടായിരുന്നു ആലിമീങ്ങളായ ആളുകൾ മുഴുവൻ ഈ കാര്യങ്ങൾ ചെയ്തത്. ആ കണ്ണുപയോഗിച്ചിട്ടാണ് 3 മാസം ഒട്ടകത്തിന്റെ മുകളിൽ യാത്ര ചെയ്താൽ പോലും എത്താത്ത നെഹാബന്ദിലുള്ള സാരിയ എന്ന് പറയുന്ന സഹാബിയോട് അതിനേക്കാൾ 3 മാസം ഇപ്പുറത്ത് മദീനത്തെ മിമ്പറിൽ പ്രസംഗിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് പറഞ്ഞു, യാ സാരിയ ജബൽ ജബൽ, യുദ്ധം ചെയ്യുന്ന സാരിയ, മലയുടെ അപ്പുറത്ത് നിന്ന് ശത്രു വരുന്നു, അത് നീ കാണുന്നില്ല, ഒന്ന് മുകളിൽ കയറി നോക്ക് സാരിയ. ഈ ശബ്ദം സാരിയ എന്ന സഹാബി കേൾക്കുന്നു. 3 മാസം വഴിദൂരത്ത് ഇപ്പുറം. സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ ശത്രു വരികയാണ്, സഹാബ അതുകൊണ്ട് അത് ഇസ്ലാമികമായിരിക്കുന്ന വിപ്ലവങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തർബിയത്തിലൂടെ ജീവിക്കേണ്ടിയിരിക്കുന്നു. മുറബിയായ ശൈഖനെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതം അലക്ഷ്യമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം അലക്ഷ്യമായി കൊണ്ടിരിക്കുകയാണ്. അത് ലക്ഷ്യസാക്ഷാത്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശക്തമായ ശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യങ്ങളിലൂടെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ വലിയ പരിവർത്തനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. We touched the moon, but our neighborhood is unknown. നമ്മൾ ചന്ദ്രനെ തൊട്ടവരാൻ, അയൽപ്പക്കത്തെ നമ്മൾ തൊട്ടിട്ടില്ല. സുഹൃത്തിനെ നമ്മൾ കണ്ടിട്ടില്ല. മാതാവിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല. ഭാര്യ ഭർത്തൃത്വ ബന്ധങ്ങളിൽ വെള്ളിച്ച വീണപ്പോ അതിനെ പരിഹരിക്കാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ കടന്നുപോയിട്ടില്ല. പിന്നെ എന്ത് യൗവനം, പിന്നെ എന്ത് ആരോഗ്യം, പിന്നെ എന്ത് ആയുസ്, അതിനെ ഇസ്ലാമിലൂടെ പരിഹരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്ത് ഇന്നത്തെ പരിപാടിക്ക് ഞാനിവിടെ എന്റെ പ്രഭാഷണത്തിലൂടെ സമാപ്തി കുറിക്കുകയാണ്. പടച്ചറബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ കുറഞ്ഞ തേനുകൾ മാത്രമുണ്ട്.
അത് ഒന്ന് പെട്ടെന്ന് വിളിച്ചെടുക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു 313 രൂപക്ക് അള്ളാഹു ഇത് വിളിച്ചെടുക്കുന്ന ആളുകളുടെ എല്ലാ മാരക രോഗങ്ങളെയും ശിഫയാക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. വേദനാജനകമായ എന്തെങ്കിലും വിധിയുണ്ടെങ്കിൽ ആ വിധിയെ ഈ സദഖാന്റെ ഹക്ക് കൊണ്ട് പടച്ച റബ്ബ് തട്ടിക്കളയുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ